നമസ്കാരം. ആ പ്രായമുള്ള മനുഷ്യൻ നീലിന്റെ കയ്യിൽ അങ്ങനെ ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ ശരിക്കും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു വാത്സല്യം അങ്ങനെ തെളിഞ്ഞു നിൽക്കുക. അത് വാത്സല്യമാണോ അഭിമാനമാണോ ശരിക്കും പ്രതീക്ഷയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് മാത്രം. അദ്ദേഹം നീലിനോട് പറഞ്ഞു, നീൽ, നിന്റെ അടുത്ത ലക്ഷ്യം നിന്റെ അച്ഛനെ രക്ഷിക്കുകയാണെന്ന് എനിക്കറിയാം. നീൽ, അവിടെ ഒരു റിസ്ക് ഉണ്ട്. നീ പോകേണ്ടത് കുള്ളൻ മലയിലേക്കാണ്. അവിടെയുള്ള അപകടത്തെക്കുറിച്ച് ഞാൻ നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇപ്പോ ആ മലയിൽ നിന്ന് ഇവിടേക്ക് വന്ന ആളുകൾ ഉണർത്തിയ ആ എതിർപ്പല്ല അകത്തേക്ക് ചെല്ലുമ്പോൾ നിന്നെ കാത്തിരിക്കുക. സെയിന്റ് ലെവലിലും സെയിന്റ് കിങ് ലെവലിലും ഉള്ള ആളുകൾ ഇഷ്ടംപോലെ അവിടെ ഉണ്ടാവും. അവരെയൊക്കെ നേരിടാൻ ശക്തി നേടുക എന്നുള്ളതാണ് ഇപ്പോൾ നീ എന്തായാലും ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്ന വാചകങ്ങളുടെ അർത്ഥം നീലിനറിയാം. സമയമായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആർതർ ഗ്രീ ബ്ലഡ് അലയൻസിന്റെ തടവിലായിട്ട് കുറെ ദിവസങ്ങളായി, ശരിക്കും ഒരുപാട് വർഷങ്ങളായി. നീല് ആ ഗോസ്റ്റ് പ്രസന്റ് അദ്ദേഹത്തെ രക്ഷിച്ചതിന് ശേഷം കുറച്ച് മാസങ്ങളായിരിക്കുകയാണ്. ഇനിയും അച്ഛനെ അങ്ങനെ തടവിൽ ഇടാൻ നീൽ എന്തായാലും ഒരുക്കമല്ല. നീല് ആ മനുഷ്യനോട് പറഞ്ഞു, സർ, എനിക്ക് എന്റെ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ട്. എനിക്ക് ബോധ്യമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. അങ്ങ് എന്തായാലും എന്നെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അങ്ങ് പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരണം. ഞാൻ ഇവിടെ ഇല്ലാതിരിക്കുന്ന ഈ വരുന്ന ഒരു മാസം അങ്ങ് എന്റെ കുടുംബത്തെ സംരക്ഷിക്കണം. അതിന് മറുപടിയായി ആ മനുഷ്യൻ പറഞ്ഞു, നീൽ, അത് ഹാക്സിൻ സർക്കാരും ഹാക്സിൻ ജനങ്ങളും നിന്റെ കുടുംബത്തിന് നൽകുന്ന വാക്കാണ്. നിന്റെ കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിച്ചിരിക്കും. ഗ്രീവ്സ് കുടുംബത്തിന് ഒന്നും സംഭവിക്കാതെ നോക്കിക്കൊള്ളാമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്ക് അതിൻ്റെതായ വിലയുണ്ട്. നീലിന് അത് ശരിക്കും ഒരു ഉണർവാണ് ഉണ്ടാക്കിയത്. നീല് തിരിച്ച് ക്യാപിറ്റലിലേക്ക് മടങ്ങി എത്തുമ്പോൾ സിയും സോനയും യാനുമയും നീലിനെ കാത്തിരിക്കുകയാണ്. അപ്പോഴും നീലിന്റെ അമ്മ അകത്ത് കൾട്ടിവേഷനിലാണ്. അവര് ഭ്രാന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അവരുടെ ഹസ്ബൻഡും മകനും ഇനി ഒരു ത്രെട്ട് അനുഭവിക്കാതിരിക്കാൻ താൻ കൂടുതൽ ശക്തി നേടണം എന്നുള്ള ഒരു ഫീൽ വർക്ക് ചെയ്യാണ് യൂറോങ്ങിനെ ശല്യം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ച് നീല് സിയോട് പറഞ്ഞു, സിയ, നീ വേണം ഇനി കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്തായാലും ഒരു മാസത്തേക്ക് ഞാൻ കുള്ളൻ മലനിരകളിലേക്ക് പോവുകയാണ്. അത് കേട്ടതും സിയ പറഞ്ഞു, നീൽ, നിനക്ക് ഞാൻ ഒരു മാസത്തെ സമയം അനുവദിച്ച് നൽകുകയാണ്. ഒരു മാസത്തിനകം നീ മടങ്ങി വന്നില്ലെങ്കിൽ നീൽ, ഉറപ്പായും ഞാൻ കുള്ളൻ മലനിരകളിൽ വന്നിരിക്കും. സിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നീലിനുണ്ട്. അവളത് പറഞ്ഞാൽ അവളത് ചെയ്തിരിക്കും. നീല് സിയോട് പറഞ്ഞു, ഹേയ് സിയ, ഞാൻ വാക്ക് പാലിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്ന ആളാണ്. ഞാൻ ഒരു മാസത്തിനകം മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ മടങ്ങി വരും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. എനിക്ക് എന്റെ അച്ഛനെ രക്ഷിച്ചേ പറ്റൂ. നീലിന്റെ പിതാവ് ഉള്ള സ്ഥലം ഏകദേശം നീലിന് ഇപ്പൊ അറിയാം. അതിന്റെ കാരണം കൂടെയുള്ള ഫ്രെഡിയാണ്. ഫ്രെഡി ബ്ലഡ് അലയൻസിന്റെ പാർട്ടായതുകൊണ്ട് തന്നെ ആ നിലവിലുള്ള ബിൽഡിംഗ് എവിടെയാണെന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ആ പരിസരത്തേക്ക് പോകാൻ പറ്റില്ലെന്ന് മാത്രം. അവിടെ വൻ ഫോർമേഷൻസും അതുപോലെ ശക്തമായ ഗാർഡുകളും ഉണ്ടാവും. ആ കാര്യം ഫ്രെഡ് നേരത്തെ തന്നെ നീലോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫ്രെഡിയും ഷിയാസും എത്തിയതും നീല് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടുന്ന് യാത്ര തുടങ്ങി. ഈ സമയത്ത് കുള്ളൻ മലനിരകളിൽ ഒരു സ്ഥലത്ത് ഒരു മീറ്റിംഗ് നടക്കുകയാണ്. പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. ബ്ലഡ് അലയൻസിന്റെ സെക്ഷൻ മാസ്റ്ററും ആ മീറ്റിംഗിന്റെ ഭാഗമാണ്. മറ്റുള്ള സെക്ഷൻ മാസ്റ്റേഴ്സ് ആ ബ്ലഡ് അലയൻസിന്റെ സെക്ഷൻ മാസ്റ്റർ നോക്കി പറഞ്ഞു, ഹേയ്, ഇപ്പോ നിങ്ങളുടെ സെക്ഷൻ ആണല്ലോ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്തൊക്കെയാണോ ഈ കേൾക്കുന്നത്? ആരായി സിന്നർഗ്രി? സിന്നർഗ്രിക്ക് നിങ്ങളുടെ ബ്ലഡ് അലയൻസിനോട് എന്താ എതിർപ്പ്? നിങ്ങളുമായി ടൈപ്പ് ഉണ്ടെന്ന് കാരണത്താൽ ആ ഇവാബു പൗലിനെയും ആ സിന്നർ തകർത്തിരിക്കുകയല്ലേ? എന്തായി കേൾക്കുന്നത്? അങ്ങനെ ആ ചോദ്യം ആ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചതും ബ്ലഡ് അലയൻസിന്റെ സെക്ഷൻ മാസ്റ്റർ അവരോടായി പറഞ്ഞു, ശരിക്കും ആരായി സിന്നർ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ അവൻ എന്തോ ഞങ്ങളുടെ ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അഭിപ്രായത്തിൽ ആ കാരണം ഇനി കണ്ടെത്തേണ്ടി വരില്ലെന്നാണ്. ഹേയ്, എന്താ അങ്ങനെ പറയാൻ കാരണം? ഞങ്ങള് അവനെ തീർക്കാനായി ഒരു ടീമിനെ അയച്ചിരുന്നു. അതെ, ഞങ്ങളുടെ 100 പേരടങ്ങിയ ഒരു ടീം അവനിപ്പോ വളഞ്ഞിട്ടുണ്ടാവും. അവർ ഹക്സിയിലുണ്ട്. ശരിക്കും ഹക്സിയിലേക്ക് ആ ടീമിനെ അയച്ച കാര്യം ബ്ലഡ് അലയൻസ് ഏതാണ്ട് രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ആ മീറ്റിംഗ് വളരെ പ്രമുഖരായ സെക്ഷൻ മാസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയുകയല്ലാതെ വേറെ മാർഗമില്ല. സിന്നർഗ്രി എന്ന ആ വ്യക്തി വല്ലാത്തൊരു പേര് ഇതിനിടയിൽ ആ കുള്ളൻ മലനിരകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അവൻ ഉണ്ടാക്കിയ ചലനം ഈ അടുത്ത കാലത്തൊന്നും വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല. ആ സിന്നർ ഇപ്പോ ഹക്സിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് 100 പേരടങ്ങിയ ടീമിനെ ബ്ലഡ് അലയൻസ് അവിടേക്ക് അയച്ചത്. ആ ടീമിനെ നയിക്കാനായി അതിശക്തരായ 2 ആളുകളും. അവരുടെ ശക്തിയിൽ ബ്ലഡ് അലയൻസിന്റെ ആ സെക്ഷൻ മാസ്റ്റർക്ക് പൂർണ്ണ വിശ്വാസമാണ്. ആ സംഭാഷണം നടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ ടീം നീലിന്റെ കൈയാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അതുപോലും അറിയാതെയാണ് അവര് ആ സംഭാഷണം റൺ ചെയ്യുന്നത്. ഈ സമയത്ത് കുള്ളൻ മലനിരകളിലെ ആ എയർപോർട്ടിലേക്കുള്ള നീലിന്റെ യാത്ര ക്യാപിറ്റലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കുള്ളൻ എയർപോർട്ടിൽ ഇറങ്ങിയ നീലും ടീമും അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ച് കുള്ളൻ മലനിരകളിലേക്കുള്ള ആ ഗേറ്റിന്റെ ഭാഗത്തേക്ക് വരികയാണ്. ടാക്സിയിൽ
കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോ ഷിയാസ് വാഹനം നിർത്താൻ പറഞ്ഞു. വാഹനം നിർത്തിയതും ഷിയാസ് നീലിനോട് ചോദിച്ചു, മാസ്റ്റർ, നമ്മള് ഇപ്പോ അവിടേക്ക് പോയാൽ അത് പ്രശ്നമാവില്ലേ? മാസ്റ്റർ, നമുക്ക് ആദ്യം മിറിയുടെ സോട്ട് സെക്ഷനിൽ പോയാലോ? മിറിയുടെ സോട്ട് സെക്ഷനിലെ ഒരു എൽഡർ ആണല്ലോ ഷിയാസ്. മിറിയുടെ സോട്ട് സെക്ഷൻകാരെല്ലാവരും നീൽഗിരി എന്ന അവരുടെ ആ സെക്ഷന്റെ നേതാവിനെ അംഗീകരിച്ചിരിക്കണമെന്ന് ആ സെക്ഷനിലെത്തിയ തെനാലി അവരോട് പറഞ്ഞിട്ടുണ്ട്. തെനാലിയുടെ ആ വാക്കുകൾ അംഗീകരിക്കാൻ മിറിയുടെ സെക്ഷൻ ബാധ്യസ്ഥരാണ്. ആ സെക്ഷനിൽ ചെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടി സപ്പോർട്ടായി കൂടെ കാണുമെന്നുള്ള ഒരു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷിയാസ് അങ്ങനെ പറഞ്ഞത്. ഷിയാസ് പറഞ്ഞത് കേട്ടതും നീല് ഷിയാസിനോട് പറഞ്ഞു, ഏയ് അത് വേണ്ട, ഞാനൊരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. മിറിയുടെ സെക്ഷൻ ഇപ്പോൾ ഇൻവോൾവ് ആയാൽ അത് രണ്ട് സെക്ഷനുകൾ തമ്മിലുള്ള ഫൈറ്റ് ആവും. അത് കുല്ലൻ മലനിരകളിൽ എല്ലാവരും അറിയും. അത് എന്റെ ഉദ്ദേശത്തെ തകിടം മറിക്കും. ആരും അറിയാതെ ഒരു ഗറില്ല അറ്റാക്ക് നടത്തി ഗാർഡുകളെ പരാജയപ്പെടുത്തി തടവറയിലുള്ള നീലിന്റെ പിതാവിനെ രക്ഷിക്കുക എന്നുള്ളതാണ് നീലിന്റെ ഐഡിയ. അതിനു പകരം വൻ സേനയുമായി ബ്ലഡ് അലയൻസിലേക്ക് മാർച്ച് ചെയ്താൽ അത് ചിലപ്പോൾ കുഴപ്പം വരുത്തി വെക്കും. ബ്ലഡ് അലയൻസിന് ഒരുപാട് സഹായികൾ ഉണ്ടാവും മറ്റ് സെക്ഷനുകളിൽ. അവരെല്ലാവരും കൂടി ഫൈറ്റിന്റെ ഭാഗമാകുമ്പോൾ മിറിയുടെ സെക്ഷനും അതുപോലെ സഹായികളെ വിളിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ രണ്ട് അതിശക്തരായ ടീമുകൾ തമ്മിലുള്ള ഫൈറ്റായി നീലിന്റെ അച്ഛനെ രക്ഷിക്കേണ്ട ആ പരിപാടി മാറും. അത് ഗുണത്തെക്കാൾ ഏറെ ദോഷം വരുത്തി വെക്കും. അത് നീലിന് അറിയാം. അതുകൊണ്ടാണ് നീല് ഷിയാസിനോട് അങ്ങനെ പറഞ്ഞത്. നീല് പറഞ്ഞു കേട്ടപ്പോ ഷിയാസിനും അതിൽ ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നി. ഒരുപാട് ആളുകൾ അറിഞ്ഞിട്ട് നടത്താൻ കഴിയുന്ന ഒരു ഓപ്പറേഷൻ അല്ല യഥാർത്ഥത്തിൽ ആർതർ ഗ്രീയുടെ ആ രക്ഷപ്പെടൽ ദൗത്യം എന്ന് പറയുന്നത്. എന്തായാലും ഷിയാസ് നീലിന്റെ ആ വാക്കുകൾക്ക് വില കൊടുത്തോടുകൂടി കാറ് പിന്നെയും മൂവി തുടങ്ങി. അവരുടെ ആ വാഹനം കുല്ലൻ മലനിരകളിലേക്കുള്ള കൂറ്റൻ മതിൽക്കെട്ടിന് സമീപത്തെത്തിയതും അവർ ആ വാഹനം വിട്ടു. ആ വാഹനം വരുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാറിയാണ് കുല്ലൻ മലനിരകളിലേക്കുള്ള ആ മതില് കാണുന്നത്. അതിൽ ഒരു മനോഹരമായ വാതിലും കാവൽക്കാരും ഉണ്ട്. ആ കാവൽക്കാരെ ദൂരം കണ്ടപ്പോ ഷിയാസും ഫ്രെഡിയും അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഷേ, പഴയ ആളുകളല്ലല്ലോ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഫ്രെഡി പറയുമ്പോഴാണ് ഷിയാസിന്റെ കണ്ണുകൾ അവിടെ കാറ് നിർത്തിയ ഭാഗത്ത് ചുവരിൽ ഒരു കാഴ്ച കാണുന്നത്. ആ ചുവരിൽ ഒരു പോസ്റ്റർ ഉണ്ട്. ആ പോസ്റ്ററിൽ 2 ആളുകളുടെ ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളിലേക്ക് നോക്കി ഷിയാസിന്റെ കണ്ണ് തള്ളിപ്പോവുകയാണ്. ആ ഇബാബോ പവലിയൻ ആക്രമിക്കാനായി പോയ സമയത്ത് ആ ഇബാബോ പവലിയനിൽ നീലും ഷിയാസും കൂടെ പോയപ്പോ രണ്ടുപേരും വേഷപ്രച്ഛന്നരായിരുന്നു. ഷിയാസും വേഷം മാറിയിരുന്നു, അതുപോലെ തന്നെയാണ് നീലും. നീൽ അന്നൊരു പുതിയ പേരും അവിടെ പറഞ്ഞിരുന്നു. അതാണ് സിന്നർ ഗ്രീ എന്നാണ് നീൽ അന്ന് സ്വയം പരിചയപ്പെടുത്തിയത്. മിസ്റ്റർ ഗ്രീ എന്ന് ഷിയാസ് സംബോധന ചെയ്യുന്നതുകൊണ്ട് നീലിന് ഗ്രീ എന്ന സർനെയിം ഉപയോഗിക്കേണ്ടി വന്നതാണ്. പെട്ടെന്ന് വായി തോന്നിയ ഒരു പേരെന്നല്ലാണ് സിന്നർ ചേർത്തത്. ഇവിടെ ആ കാണുന്ന ചിത്രം സിന്നർ ഗ്രീയുടെ ചിത്രമാണ്. സിന്നർ ഗ്രീയെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ആളുകൾക്ക് വൻ തുകയാണ് പാരിതോഷികം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. കൂടെ ഷിയാസിന്റെ ചിത്രമുണ്ട്. ഷിയാസ് അന്ന് ആ ഇബാബോ പവലിയിൽ ചെന്നപ്പോൾ ആ അണിഞ്ഞിരുന്ന ആ വേഷവും അന്നത്തെ മുഖവുമാണ് ചിത്രത്തിലുള്ളത്. അന്ന് അവിടുത്തെ ക്യാമറയിൽ പതിഞ്ഞ 2 ചിത്രങ്ങൾ വെട്ടിയെടുത്ത് പോസ്റ്റർ ആക്കിയിരിക്കുകയാണ്. ധാരാളം പോസ്റ്ററുകൾ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഷിയാസ് അത് നീലിന് ചൂണ്ടിക്കാണിച്ചു. അത് കണ്ടപ്പോൾ നീൽ അതേ ചിരിച്ചു പോവുകയാണ്. നീലും ഷിയാസും അന്നത്തെ ആ ദിവസത്തിന് വേണ്ടി ചുമ്മാ എടുത്തണിഞ്ഞ ഒരു മുഖംമൂടിയാണ് ആ ചിത്രത്തിൽ യഥാർത്ഥത്തിൽ കാണുന്നത്. മനുഷ്യരുടെ അതേ ശൈലിയിലുള്ള മുഖംമൂടി ഉണ്ടാക്കാൻ ഷിയാസിന് അറിയാം. ഷിയാസ് ആണ് അന്ന് ആ 2 മുഖംമൂടി ഉണ്ടാക്കിയത്. അതിലൊന്ന് ഷിയാസ് എടുത്തു, ഒന്ന് നീലിന് നൽകി. നീലിന് നൽകിയ ആ മുഖംമൂടി ശരിക്കും നീലിന്റെ മുഖത്തെ മാറ്റി മറിച്ചിരുന്നു. നീലിന്റെ ബോഡി ലാംഗ്വേജ് മാറില്ലെങ്കിലും ആ മുഖംമൂടി നീലിനെ വേറൊരാളാക്കിയിരുന്നു. ആ ആൾക്ക് നീല് കൊടുത്ത പേരാണ് സിന്നർ. ഇപ്പൊ ഇതാ ആ പേരുകാരനെ വേട്ടയാടാനായി കുല്ലൻ മലനിരകളിലെ 100ഓളം സെക്ഷനുകൾ ഒരു ഓർഡർ ഒപ്പിട്ടിരിക്കുകയാണ്. ആ പോസ്റ്ററിനൊപ്പമുള്ള പോസ്റ്ററിൽ ആ സെക്ഷനുകളുടെ പേര് വിവരങ്ങളുണ്ട്. ആ സെക്ഷനുകളിൽ ഒന്ന് സാക്ഷൽ മിറിയുടെ സോട്ട് സെക്ഷനാണ്. മിറിയുടെ സോട്ട് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്ററായി മാറേണ്ട നീൽഗ്രിയെ വേട്ടയാടാനായി ഒപ്പിട്ടിരിക്കുന്ന ആ ടീമിന്റെ ഭാഗമാണ് ഇപ്പൊ ഇതാ മിറിയുടെ സോട്ട് സെക്ഷൻ. ആ പേര് വായിച്ച ഷിയാസിന്റെ കണ്ണിലൂടെ കിളി പറക്കുകയാണ്. എന്താ ഈ സംഭവിക്കുന്നത്? അയാളുടെ സെക്ഷൻ അയാളെ വേട്ടയാടാനുള്ള ചിത്രം ഇതാ പതിച്ചിരിക്കുകയാണ്. നീലിന്റെ ചിത്രം മാത്രമല്ലല്ലോ ഉള്ളത്, ഷിയാസിന്റെ ചിത്രം ഉണ്ടല്ലോ. ശരിക്കും ഷിയാസ് അത് നോക്കി വട്ടായി നിൽക്കുന്നുണ്ടതും നീല് ഷിയാസിനോട് പറഞ്ഞു, ഷിയാസ് വിട്ടേക്ക്, അത് നമ്മുടെ 2 പേരുടെ ചിത്രമല്ലല്ലോ, നമ്മൾ ഉപയോഗിച്ച ആ മുഖമൂടിയുടെ ചിത്രമല്ലേ. നമ്മളല്ലാത്തത് കൊണ്ട് തന്നെ ആ മുഖമൂടി നമ്മളല്ലല്ലോ, അതുകൊണ്ട് നമുക്കിതിനാ ടെൻഷൻ. നീലത് പറഞ്ഞപ്പോ ഷിയാസും കരുതി ശരിയാണല്ലോ, അവരന്ന് ഉപയോഗിച്ച മുഖമൂടിക്കെതിരെയാണ് ആ വാർത്ത, അവര് അതിനകത്തില്ല. ഇപ്പൊ അവരവരുടെ ഒറിജിനൽ രൂപത്തിലും ഭാവത്തിലുമാണ് അവിടെ കുല്ലൻ മലനിരകളിലേക്ക് കടക്കാൻ പോകുന്നത്. നീല് കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോ ഷിയാസിന് ശരിക്കൊരു ആവേശമായി. ഷിയാസും ഫ്രെഡിയും നീലും കൂടി അവിടെ ആ ഗേറ്റിന്റെ അടുത്തെത്തി. ഗേറ്റിന്റെ സമീപത്ത് 4 കാവൽക്കാരുണ്ട്. ആ കാവൽക്കാരുടെ നേതാവെന്ന് തോന്നുന്ന ആള്
ഏറ്റവും മുന്നിൽ വന്ന ഷിയാസിനെ തടുത്തു. എന്താ അങ്ങനെ അയാൾ ചോദിച്ചതും ഷിയാസ് അയാളുടെ കയ്യിലുള്ള ആ ടോക്കൺ കാവൽക്കാരനെ കാണിച്ചു. ടോക്കൺ നോക്കിയ കാവൽക്കാരൻ പറഞ്ഞു, എനിക്ക് നിങ്ങളൊന്ന് പരിശോധിക്കണം. ഹേയ്, ഇതെന്ത് ചോദ്യം ചോദിക്കുന്നത്? കുല്ലൻ മലനിരകളിൽ നിന്ന് പുറത്തേക്കും അകത്തേക്ക് പോകാനാണല്ലോ ഈ ടോക്കൺ ഉപയോഗിക്കുന്നത്. ഇപ്പൊ എന്താ പരിശോധന? കാര്യം അറിഞ്ഞാലേ നീ പരിശോധനയ്ക്ക് തയ്യാറാവുള്ളൂ. പരോക്ഷമായ ഒരു ചോദ്യമാണ് ഷിയാസിനോട് ആ വ്യക്തി ആ നിമിഷത്തിൽ ചോദിച്ചത്. ആ ചോദ്യം സ്വാഭാവികമായിട്ട് നീലിനും ഫ്രെഡിക്കും ലേശൊരു അമ്പരപ്പുണ്ടാക്കി. നീലും അതേ വഴിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഹക്സിയിലേക്ക് വന്നത്. ഹക്സൈൻ എയർപോർട്ട് വഴിയല്ല നീല് അന്ന് റിവർ സിറ്റിയിലേക്ക് പോയത്. അവിടെ എത്തിയ നീല് അന്ന് അവിടുത്തെ എയർപോർട്ട് വഴിയല്ല യാത്ര തുടങ്ങിയത്, അവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ വഴിയാണ്. അവിടുത്തെ ആ സ്പീഡ് റെയിൽ വഴിയാണ് നീൽ അന്ന് റിവർ സിറ്റിയിൽ എത്തിയത്. അന്ന് നീല് വരുമ്പോഴും നീൽ ആ കാഴ്ച കണ്ടിരുന്നു. അനവധി ആളുകൾ അകത്തേക്ക് പുറത്തേക്ക് പോകുന്നു. ജസ്റ്റ് ടോക്കൺ കാണിക്കുമോ അപ്പൊ തന്നെ അവരകത്തേക്ക് കയറ്റി വിടും. ടോക്കൺ ഇല്ലാത്ത ആളുകളെ കയറ്റില്ല, അത് മാത്രമാണ് പ്രത്യേകത. പക്ഷെ ഇവിടെ ടോക്കൺ ഉണ്ടായിട്ട് പരിശോധന വേണമെന്ന ആ കാവൽക്കാരൻ പറയുന്നത്. പെട്ടെന്ന് ഫ്രെഡിക്ക് ദേഷ്യം വന്നു. ഫ്രെഡി മുന്നോട്ട് നടന്നിട്ട് അയാൾ ചോദിച്ചു, ഏയ് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഞങ്ങൾ ആരെന്ന് എഴുതിയിട്ടാ നിങ്ങൾ ഞങ്ങളെ തടുത്തു നിർത്തുന്നത്? അങ്ങനെ ഫ്രെഡി പറഞ്ഞതും ആ കാവൽക്കാരിൽ മറ്റൊരാൾ ഫ്രെഡിയോട് പറഞ്ഞു, നീ ആരാ എന്താ എന്നതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല. ഞങ്ങൾക്ക് നിങ്ങളെ പരിശോധിച്ചാൽ മാത്രമേ അകത്തേക്ക് കടത്തിവിടാൻ പറ്റും. നിങ്ങൾ ഇനി ശത്രുക്കളല്ലാന്ന് എന്താണ് ഉറപ്പ്? രണ്ടാമൻ അങ്ങനെ പറഞ്ഞപ്പോ ഷിയാസും അതുപോലെ ഫ്രെഡിയും ശരിക്കും വയലന്റ് ആവുകയാണ്. അവർ അനവധി തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ള ആ കവാടത്തിൽ ആദ്യമായിട്ടാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. ഒരാളാണെങ്കിൽ മെറിഡ് സോർട്ട് സെക്ഷനിലെ ഏറ്റവും ശക്തനായ നേതാക്കന്മാരിൽ ഒരാളായ ഒരു എൽഡറാണ്. അതേ ശൈലി തന്നെയാണ് ഫ്രെഡിയും. എൽഡർ ഫ്രെഡി എന്നാണ് ബ്ലഡ് അലയൻസിൽ അയാൾ അറിയപ്പെടുക. ആ രണ്ട് നേതാക്കളെയുമാണ് ഇതാ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എന്തായാലും ആ പിടിച്ചു നിർത്തൽ പരിപാടി അല്പസമയമായതും ലേശൊരു സംഘർഷത്തിലേക്ക് അടക്കുകയാണ്. അവരുടെ ശബ്ദം ശരിക്കും രൂക്ഷമായി ഉയർന്നതും ഈ സംഭവത്തിൽ ഇടപെടാതെ നിന്ന് നീല് പെട്ടെന്ന് മുന്നോട്ട് കയറി അവരോട് ചോദിച്ചു, നിങ്ങള് എന്തുദ്ദേശിച്ചതാ ഈ കാണിക്കുന്നത്? നീലിനെ പെട്ടെന്ന് ആ ചോദ്യം കേട്ടപ്പോ മുൻവശത്തുണ്ടായിരുന്ന ഗാർഡ് ഒന്നും, നീലൊരു ഇമോർട്ടൽ അസംഷൻ ലെവലിലെ യോദ്ധാവാണ്. അതേസമയത്ത് നീലിന് അടുത്തേക്കുന്ന ഫ്രെഡിയും അതേപോലെ ആ ഷിയാസും നീലിനേക്കാൾ ശക്തി കൂടിയവരുമാണ്. ശക്തി കുറഞ്ഞ ആള് ശബ്ദമുയർത്തി ചോദിച്ചപ്പോ ആ ഗാർഡുകളിൽ ഒരാൾക്ക് അതങ്ങ് പിടിച്ചില്ല. അയാള് നീലിന് നേരെ വിരൽ ചൂണ്ടി അയാളോട് പറഞ്ഞു, ഏയ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു വേണം. ബഹുമാനിക്കേണ്ട ആളുകളെ ബഹുമാനിക്കണം. മുട്ടുകുത്തി മാപ്പ് പറ. എന്നാൽ മാത്രമേ ഇനി നിനക്ക് ജീവനോടെ ഇവിടുന്ന് അകത്തേക്കാണെങ്കിലും പുറത്തേക്കാണെങ്കിലും പോകാൻ പറ്റും. നീല് ഒന്നാമത് ദേഷ്യപ്പെട്ട് നിൽക്കപ്പോഴാണ് അയാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത്. പെട്ടെന്ന് നീലിന്റെ ഓറ നീല് റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്ന മനസ്സിലാക്കിയ ഷിയാസ് നീലിന്റെ കൈ കയറി പിടിച്ചു. ഏയ് മിസ്റ്റർ ഗ്രീ, വേണ്ട, ഇവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട. നമ്മൾ ഇവരല്ലാതെ വേറെ ആളുകൾ ചിലപ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അങ്ങനെ ആ വ്യക്തി പറഞ്ഞതും നീല് ചുറ്റും നോക്കിയപ്പോ ഒരു ജോഡി കണ്ണുകൾ നീലിനെയും ടീമിനെയും ശ്രദ്ധിക്കും പോലെ ഒരു തോന്നൽ നീലിനുണ്ടായി. നീൽ ആ ഭാഗത്തേക്ക് വീണ്ടും തലതിരിക്കുമ്പോ അവിടെ ആ കണ്ണുകളില്ല. അതിവേഗതയിൽ ഒഴിഞ്ഞു മാറാൻ കപ്പാസിറ്റി ഉള്ള ആരോ ഒരാൾ തന്നെ നിരീക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ നീലിന് സംശയമില്ല. പക്ഷേ ആ ആള് ഇപ്പൊ നീലിന്റെ വിഷയമല്ല. നീലിന്റെ വിഷയം കുല്ലൻ മലനിരകളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. സമാധാനപരമായി ശ്രമിക്കുമ്പോൾ അവര് അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് വേണമെന്ന് നീലിന് അറിയാം. നീല് അവന്മാരെ നിലയ്ക്ക് നിർത്താനായി തന്റെ സോൾ സപ്രസിംഗ് സോഡ് എടുക്കാൻ ശ്രമിച്ച ആ നിമിഷത്തിൽ സംസാര ഗ്രേവി യാർഡിൽ നിന്ന് നീല് ഒരു ശബ്ദം കേട്ടു. അത് സാക്ഷാൽ ഇമോർട്ടൽ ലോഡിന്റെ ശബ്ദമാണ്. ഏയ് ശിഷ്യ, ചില സ്ഥലത്ത് ആയുധം വേണ്ട. നീ ആ ടോക്കൺ ഒന്ന് എടുത്ത് അവരെ കാണിച്ച്. എൽഡർ ഷെങ്ങിനെ തകർത്ത സമയത്ത് എൽഡർ ഷെങ്ങിന്റെ കയ്യിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നീല് എടുത്തിരുന്നു. ഒന്ന്, ആദർ ഗ്രീ കിടക്കുന്ന ആ നിലവറ തുറക്കാനുള്ള ടോക്കൺ. മറ്റൊന്ന് ഒരു പതക്കമാണ്. ആ പതക്കത്തിൽ എഴുതിയിരിക്കുന്ന ആ പേര്, അതാണ് ആ പതക്കം എടുക്കാൻ നീലിനെ പ്രേരിപ്പിച്ചു. ആ പതക്കം ഇപ്പോ സംസാര ഗ്രേവി യാർഡിനകത്ത് കിടക്കുകയാണ്. ഒരു കുഞ്ഞു ലോക്കറ്റാണ്, വൃത്താകൃതിയിലുള്ള ലോക്കറ്റാണ്. ആ ലോക്കറ്റിൽ ഒരു പേര് കൊത്തിയിട്ടുണ്ട്. ഇമോർട്ടൽ ഗ്രേ പറഞ്ഞു കേട്ടതും നീല് ആ ലോക്കറ്റ് എടുത്ത് തന്റെ മുന്നിൽ നിൽക്കുന്ന ആളിനെ ഒന്ന് കാണിച്ചു. ആ ലോക്കറ്റ് കണ്ടതും ആ മുന്നിൽ നിൽക്കുന്ന ആള് ശരിക്കും ഒന്ന് പുറകോട്ട് മാറിപ്പോയി. അയാൾ പുറകോട്ട് പേടിച്ച് മാറുമ്പോ അയാളുടെ കൂടെയുള്ള 3 ആളുകളും അയാളെ നോക്കിയിട്ട് നീലിന്റെ കയ്യിലേക്ക് നോക്കിയതും അവന്റെ മുഖത്തും അതുപോലെ ഭയം ഉണ്ടായി. അവരൊരാൾ പെട്ടെന്ന് നീലിനോട് പറഞ്ഞു, സാർ ക്ഷമിക്കണം, അവിവേകം പൊറുക്കണം. അങ്ങനെ അയാൾ പറഞ്ഞതും നീൽ അയാളുടെ ചോദിച്ചു, അപ്പോ ഞങ്ങള് വേറൊന്നും ചെയ്യണ്ടേ? അപ്പോ നിങ്ങൾക്ക് ഞങ്ങളെ പരിശോധിക്കണ്ടേ? ഏയ് വേണ്ട, നിങ്ങൾ അകത്തേക്ക് വെക്കുള്ളൂ. പെട്ടെന്ന് ആ ടീമിനുണ്ടായ മാറ്റം നീലിന്റെ പുറകിൽ നിൽക്കുകയായിരുന്ന ഷിയാസിനും അതുപോലെ ഫ്രെഡിക്കും അങ്ങനെ മനസ്സിലായില്ല. നീലാണെങ്കിൽ ഇതിനിടയിൽ ആ ടോക്കൺ സംസാര ഗ്രേവി യാർഡിനകത്തേക്ക് തിരിച്ചു വെക്കുകയും ചെയ്തു. നീല് പോക്കറ്റിലോട്ടാണ് ഇടുന്നത്. സ്വാഭാവികമായിട്ട് പോക്കറ്റിലുള്ള
ആ സംസാര ഗ്രേവ്യാർഡിനകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് അപ്രത്യക്ഷമാകും. അവന്മാരുടെ ആ ഭയം കണ്ടപ്പോൾ നീലിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ചിരി ഉണ്ടാവുക. കാരണം ആ ടോക്കണകത്ത് എഴുതിയിരുന്നത് അവന് നല്ല പരിചയമുള്ള പേരാണ്, ഗ്രീവ്സ് ഫാമിലി. പക്ഷെ ആ ടോക്കൺ നിർമ്മിച്ചിരിക്കുന്ന ആ വസ്തു വളരെ വളരെ വിലപിടിപ്പുള്ള ഒരു വസ്തുവാണെന്ന് വ്യക്തമാണ്. ഗ്രീവ്സ് കുടുംബം എന്ന പേരിനോട് അവന്മാർക്ക് ഒരു ഭയമുണ്ട്. നീലിന്റെ ഒപ്പമുള്ള ആളുകളും ആ ഗേറ്റ് വഴി അകത്തേക്ക് കടന്നു പോകുന്ന സമയത്ത് ആ 4 സംഘം ശരിക്കും തൊഴുകൈകളോടെ നീലിനെ കൂട്ടരെയും തൊഴുതു നിൽക്കുകയാണ്. നീലിനെ കൂട്ടരെയും കണ്ണിന്ന് മറയുമ്പോൾ ആ 4 പേരും അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഇത് ആ പുരാതന കുടുംബത്തിന്റെ ടോക്കണാണ്. അവരുടെ ടോക്കൺ ഈ ടീമിന്റെ കയ്യിൽ എങ്ങനെ വന്നു? ഇനി ആ ടീം ആ പഴയ കുടുംബത്തിലെ ആളുകളാണോ? ദൈവമേ, നമ്മൾ അവരെ തൊടാത്തത് നന്നായി. കുല്ലൻ മലനിരകളിൽ എല്ലാവരും അറിയുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന അതിശക്തമായ ഒരു കുടുംബമായിരുന്നു ഗ്രീവ്സ് കുടുംബം. ആ ഗ്രീവ്സ് കുടുംബം ഇന്ന് ആ ശക്തിയിൽ ഇല്ലെങ്കിലും ഇപ്പോഴും അവരുടെ പേരിനും പെരുമയ്ക്കും വലിയ കുറവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ആരും അവരോട് കയറി അങ്ങനെ മുട്ടാറില്ല. ആ കുടുംബത്തിന്റെ ഭാഗമാണ് ആ ചെറുപ്പക്കാരനെങ്കിൽ അവനുമായി മുട്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ട് കൂടിയാണ് ആ കാവൽക്കാരുടെ ലീഡർ ബാക്കിയുള്ള ആളുകളെ കൂട്ടി പെട്ടെന്ന് നീലിനെ കടത്തിവിട്ടത്. നീലും ആ 2 ആളുകളും ആ വനത്തിനകത്തേക്ക് അങ്ങനെ നീലിനൊപ്പമുള്ള ആ 2 പേരും ആ കുല്ലൻ മലനിരകളിലേക്ക് അങ്ങനെ നടന്നു കയറുമ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യൻ അവിടെ ആ ഗേറ്റിനടുത്തേക്ക് നടന്നു വരികയാണ്. ഗേറ്റിൽ നിന്ന് ഏകദേശം ഒരു 20 മീറ്റർ ആയതും അയാൾ അവിടെ അങ്ങ് നിന്നു. അതിനുശേഷം അയാൾ ആ ഇടത് കൈ ഉയർത്തിയപ്പോൾ അയാളുടെ ആ ഇടത് കൈയിൽ ഒരു വൈൻ ബോട്ടിലിരിക്കുകയാണ്. അത് തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബോട്ടിലാണ്. അയാളെ ബോട്ടിൽ നിന്ന് കുറച്ച് വൈൻ കുടിച്ചിട്ട് നടന്നു പോകുന്ന നീലിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയാള് അറിയാതെ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ അവസാനം അവൻ കുല്ലൻ മലയിലെത്തി. മിസ്റ്റർ ഗ്രീ, നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കുകയാണല്ലോ. നീലിന്റെ ഗ്രാൻഡ് ഫാദറെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ പറയുന്നത്. അവര് സുഹൃത്തുക്കളാണ്. നീലിന്റെ ഗ്രാൻഡ് ഫാദർ നീല് വളരുമ്പോൾ കുല്ലൻ മലനിരകളിൽ മടങ്ങി എത്തുമെന്ന് നേരത്തെ ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. ഹേ ഓൾഡ് മാൻ, താങ്കളുടെ പ്രഡിക്ഷൻ വളരെ ശരിയായിരിക്കുകയാണ്. ഹാക്സിയിൽ മാർഷൽ ആർട്സ് മേഖലയിൽ നീല് ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കി. ഇനി കുല്ലൻ മലനിരകളിൽ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? അയാള് ആ ചോദ്യം കൂടി അങ്ങനെ സ്വയം ചോദിക്കുമ്പോൾ അയാളിൽ നിന്ന് ഏകദേശം ഒരു 20 മീറ്റർ മാറി ഗേറ്റിൽ നിൽക്കുന്ന ആ 4 സംഘം ആ കക്ഷിയെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരു പ്രായമുള്ള മനുഷ്യൻ വൈനൊക്കെ കുടിച്ചുകൊണ്ട് വെറുതെ സംസാരിക്കുകയാണ്. അയാൾ എന്താണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അവരെ കൗതുകത്തോടെ അയാൾ നോക്കി നിൽക്കുമ്പോൾ അയാൾ നടന്ന് ആ ഗേറ്റിലെത്തി അയാൾ ആ 4 സംഘത്തെ ഒന്ന് നോക്കിയിട്ട് ഗേറ്റ് വഴി അകത്തേക്ക് കടക്കാൻ പോയതും അവര് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കൈ ഇങ്ങനെ കൊണ്ടുവരികയാണ് തടയാനായിട്ട്. കൈ അങ്ങനെ മുന്നിലേക്ക് വന്നതും അയാൾ തല തിരിച്ച് അവന്മാരെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. പെട്ടെന്ന് ആ 4 പേരും 4 വശത്തേക്ക് മാറുകയാണ്. ആ മുഖം അവരുടെ നേരെ തിരിഞ്ഞപ്പോൾ അവര് ആ ആളെ കണ്ടു. അവർക്ക് തൊടാൻ പറ്റുന്ന ഒരു കഥാപാത്രമല്ല ആ ഗേറ്റിൽ ആ നിമിഷം അവർ കണ്ടതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് മറ്റാരുടെയും സഹായം വേണ്ട. അവർ പെട്ടെന്ന് അങ്ങ് ഒഴിഞ്ഞു മാറിയതും ആ വൈൻ കുടിക്കുന്ന ആള് ചിരിച്ചുകൊണ്ട് ആ ഗേറ്റ് വഴി അകത്തേക്ക് കടന്നു. ഇതേ സമയത്ത് നീരും ഷിയാസും അതുപോലെ ഫ്രെഡിയും കൂടി അങ്ങനെ അങ്ങ് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്നിടയിൽ ഷിയാസ് നീലിനോട് ചോദിച്ചു, മിസ്റ്റർ ഗ്രീ, നമ്മൾ ആദ്യം എവിടേക്കാണ് പോകേണ്ടത്? ആ 2 ചോദ്യങ്ങൾക്കും മൊത്തമായിട്ട് നീലൊരു ഉത്തരം പറഞ്ഞു. നമ്മൾ ആദ്യം പോകുന്നത് മെഡിസിനൽ ഗോഡ് സെക്ഷനിലാണ്. മെഡിസിനൽ ഗോഡ് സെക്ഷനിലോ? അതെ, ആ സെക്ഷനാണ് എന്റെ സെക്ഷൻ. നീല് മെറീഡ് സോഡ് സെക്ഷന്റെ ആ സെക്ഷൻ മാസ്റ്ററുടെ ഗുരുവിന്റെ ശിഷ്യനാണ്. അങ്ങനെയാണ് ആ മെറീഡ് സോഡ് സെക്ഷൻ നീലിനെ അവരുടെ പ്രധാന വക്താവായി കാണുന്നത്. ആ നീല് പക്ഷേ മെഡിസിൻ ഗോഡ് സെക്ഷനിലെ ആളാണെന്ന് പറഞ്ഞപ്പോൾ ഷിയാസിന്റെ കണ്ണുകൾ അങ്ങനെ അമ്പരപ്പോടെ അങ്ങനെ പൊട്ടിത്തെറിക്കാൻ പരുവത്തിൽ അങ്ങനെ വിളർന്നു വരികയാണ്. നീൽഗിരി അവിടെ ആ എയർപോർട്ടിൽ നടത്തിയ ആ ഫൈറ്റ് ഇപ്പോഴും അയാളുടെ കണ്ണുകളിലുണ്ട്. ആ ഫൈറ്റ് നടത്തിയ ആ വ്യക്തി ശരിക്കും ശക്തരിൽ ശക്തനാണ്. അങ്ങനെയുള്ള ഒരാള് ഉദയം കൊള്ളാൻ ഒരു സാധ്യതയുമില്ലാത്ത സെക്ഷനാണ് ഈ മെഡിക്കൽ ഗോഡ് സെക്ഷൻ. മരുന്നൊക്കെ ഉണ്ടാക്കുകയും അത്യാവശ്യം ചികിത്സയൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ സെക്ഷൻ, അതാണ് ഈ മെഡിസിനൽ ഗോഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ കുല്ലൻ മലനിരകളിൽ മാർഷൽ ആർട്സ് ആണ് സർവ്വപ്രധാനം. അത് താല്പര്യമുള്ള ആളുകളാണ് അവിടെയുള്ള മുഴുവൻ ആളുകളും. ശക്തിയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക. മറ്റു ഒരു സ്കില്ലിനും വലിയ പ്രാധാന്യമൊന്നുമില്ല. മെഡിസിന്റെ കപ്പാസിറ്റി ഈ മാർഷൽ ആർട്സ് മേഖലയിലുള്ള ആളുകൾക്ക് വളരെ പരിമിതമായേ വേണ്ടു. അവർക്ക് ആൽക്കമിസ്റ്റുകളുണ്ട്, അതുപോലെ ഫോർമേഷൻ മാസ്റ്റേഴ്സും അതുപോലെ വിവിധ തരത്തിലുള്ള ആയുധങ്ങളുടെ ടെക്നിക്കുകളും ഒക്കെ പഠിപ്പിക്കുന്ന ആളുകൾക്കാണ് അവിടെ പ്രാധാന്യം. അതിനിടയിൽ ഈ മരുന്നും ആശുപത്രി അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കുല്ലൻ മലനിരകളിൽ ഇല്ല എന്ന് തന്നെ പറയാം. എത്ര വലിയ പരിക്കാണെങ്കിലും അത് കൾട്ടിവേഷൻ മെക്കാനിസത്തിലൂടെയും അവരുണ്ടാക്കുന്ന ചില മരുന്നുകളിലൂടെയും ചികിത്സിച്ച് ഭേദമാക്കാൻ അവർക്ക് പറ്റും. ചില പിൽസ് ഒരെണ്ണം കഴിച്ചാൽ
എത്ര വലിയ മുറിവും ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ മെഡിസിനൽ ഗോഡ് സെക്ഷൻ എന്ന് കേട്ടപ്പോൾ ഷിയാസിനൊരു ഞെട്ടലുണ്ടായത്. ശരിക്കും മെഡിസിനൽ ഗോഡ് സെക്ഷനിലെ ആ പ്രായമുള്ള മനുഷ്യൻ, ആ ആളാണ് നീലിനെ അന്ന് ആ ക്ലൗഡ് ലേക്ക് മാനറിന്റെ സമീപത്ത് ആ കോയിൻ ലേക്ക് റിവറിൽ നിന്ന് മുങ്ങി എടുക്കുന്നത്. അദ്ദേഹം നീലിനെ ഇവിടെയും കുള്ളൻ മലനിരകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഏകദേശം 1-2 കൊല്ലം വിവിധ തരത്തിലുള്ള മരുന്നുകൾ പഠിപ്പിച്ചു. മരുന്നുകൾ മാത്രമല്ല, ആ മരുന്ന് എങ്ങനെയാണ് ഒരു ബോഡിയിൽ പ്രവർത്തിക്കുന്നതെന്നും ആ മരുന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ആ മനുഷ്യനാണ് നീലിനെ പഠിപ്പിച്ചത്. ശരിക്കും ഒരു ഡോക്ടർ എങ്ങനെ രോഗിയെ ഐഡന്റിഫൈ ചെയ്യുമെന്ന് പഠിപ്പിച്ച ആ മനുഷ്യൻ നീലിനെ ഒരു ആൽക്കമിസ്റ്റും ആക്കി. സാധാരണ പച്ചിലകളിൽ നിന്നും എങ്ങനെ അതിശക്തമായ ഒരു മരുന്ന് നിർമ്മിക്കാമെന്ന് നീൽ അറിയുന്നത് അങ്ങനെയാണ്. പക്ഷെ നീലിന്റെ മനസ്സിൽ പ്രതികാരം എന്നുള്ള ഒരു ആഗ്രഹം അങ്ങനെ വേരുറച്ച് കിടന്നതുകൊണ്ടാണ് ആ മനുഷ്യൻ നീലിന്റെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് നീലിനെ മാർഷൽ ആർട്സ് പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. നീലിന് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു കൊടുക്കാനായി ഒരു സെക്ഷൻ വേണമല്ലോ. അതിനുവേണ്ടി ആ മനുഷ്യൻ നീലിനെ കുള്ളൻ മലനിരകളിലെ അനവധി സെക്ഷനുകളിൽ കൊണ്ടുപോയിരുന്നു. സെക്ഷനുകളിൽ ഇതുപോലെ പുതിയ പുതിയ ആളുകളൊക്കെ വരും സെക്ഷൻ ജോയിൻ ചെയ്യാനായിട്ട്. വരുന്ന ആളിന്റെ ശക്തിയൊക്കെ അവർ പരീക്ഷിച്ച് നോക്കിയതിനു ശേഷമാണ് ആ ആളെ ആ സെക്ഷനിലേക്ക് എടുക്കുന്നത്. നീലിന്റെ പൊട്ടൻഷ്യൽ നോക്കാനായി നീലിന്റെ ബോഡിയിൽ ഏത് ടൈപ്പിലുള്ള റൂട്ട്സ് ആണ് ഉള്ളതെന്ന് നോക്കും. ശരിക്കും അത് അവരുടെ ഒരു സയന്റിഫിക് അനാലിസിസ് ആണ്. ഒരാളുടെ ഞരമ്പുകൾ പരിശോധിക്കുമ്പോൾ ആ വ്യക്തി ശരിക്കും ശക്തനാകുമോ ഇല്ലയോ എന്ന് അവർക്ക് അറിയാൻ പറ്റും. സാധാരണ മനുഷ്യർക്ക് ഉള്ള ശൈലിയുള്ള ഞരമ്പാണ് ഒരാളുടെ ബോഡിയിലുള്ളെങ്കിൽ അയാളെ മോർട്ടൽ റൂട്ടുള്ള ആളെന്നാ വിളിക്കുക. എന്നാൽ ചിലരുടെ ഞരമ്പുകൾക്ക് അസാമാന്യമായ ബലമുണ്ടാവും. അത് അവർക്ക് തിരിച്ചറിയാം. ശരിക്കും കുഞ്ഞായിരിക്കുമ്പോഴേ അത്തരത്തിലുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവരെ നർച്ചർ ചെയ്തെടുത്താൽ അവർ വലിയ കഥാപാത്രങ്ങളായി വളരും. നീലിനെ അങ്ങനെ നോക്കിയതിന് ശേഷം വേണ്ടാന്ന് വെച്ചത് ജിയാൻ കുടുംബമാണ്. ജിയാൻ കുടുംബം നീലിനെ വേണ്ടാന്ന് വെക്കുന്നതിന്റെ കാരണം നീലിന്റെ ആ കാലുകൾ പരിശോധിച്ചപ്പോൾ അയാളുടെ കാൽപാദത്തിൽ വന്നു ചേരുന്ന ഞരമ്പുകൾക്ക് ഒരു സാധാരണ മനുഷ്യന്റെ ശരീരത്തിൽ കാണുന്ന ഞരമ്പിനെ അനുസ്മരിപ്പിക്കാനേ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് നീലിനെ അന്ന് ആ ജിയാൻ കുടുംബം വേണ്ടാന്ന് വെച്ചത്. അതേ കാരണത്താലാണ് ഈ 18-ാം വയസ്സിൽ നീലിനെ കുള്ളൻ മലനിരകളിൽ ആ ഓൾഡ് മാൻ കൊണ്ടു ചെല്ലുമ്പോൾ അവരും വേണ്ടാന്ന് വെക്കുന്നത്. നീലിനെ ജിയാൻ കുടുംബം വേണ്ടാന്ന് വെക്കുമ്പോൾ അന്ന് നീലിന്റെ പ്രായം 1 ആണെങ്കിൽ കുള്ളൻ മലനിരകളിലെ ആ സെക്ഷനുകൾ നീലിനെ വേണ്ടാന്ന് പറയുമ്പോൾ നീലിന്റെ പ്രായം 18 ആണ്. 16-ാം വയസ്സിൽ കുള്ളൻ മലനിരകളിൽ എത്തി 2 കൊല്ലം മെഡിസിൻ പഠിച്ചതിന് ശേഷമാണ് നീൽ യഥാർത്ഥത്തിൽ സെക്ഷനുകൾ മുഴുവൻ കയറി ഇറങ്ങിയത്. ഒരു സെക്ഷനും നീലിനെ എടുക്കാതെ വന്നപ്പോഴാണ് ആ ഓൾഡ് മാൻ നീലിനെ ഒരു സീക്രട്ട് മിസ്റ്റിക് വേൾഡിലേക്ക് യഥാർത്ഥത്തിൽ കയറ്റി വിടുന്നത്. ആ മിസ്റ്റിക് സെക്ഷൻ ശരിക്കും ഒരു സ്ഥലം തന്നെ. നരകമാണോ ഓപ്പർച്യൂണിറ്റി ആണോ അവിടെ കാത്തിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ജീവൻ മരണ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ അവിടെ നീല് തുടർന്ന് നടത്തിയത്. ആ മിസ്റ്റിക് വേൾഡിലേക്ക് നീലിനെ കടത്തിവിട്ടിട്ട് ആ ഓൾഡ് മാൻ ശരിക്കും നീലിന്റെ കണ്ണിൽ നിന്ന് മറയുകയാണ്. പിടിച്ചു നിൽക്കാൻ നീല് പെട്ട പാട് നീലിനെ അറിയും. നീലുമായി ഒരു ബന്ധവുമില്ലാത്ത 2 പെൺകുട്ടികളാണ്. അതിലെ ഒരു പെൺകുട്ടിക്ക് അന്ന് വെറും 12 വയസ്സാണ് പ്രായം. നീലിന്റെ സമപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുമുണ്ട്. ആ പെൺകുട്ടി നീലുമായി അധികം സംസാരിച്ചിട്ടില്ല. പക്ഷെ അവള് നീലിനെ സമയം കിട്ടുമ്പോഴൊക്കെ സഹായിക്കുമായിരുന്നു. സഹായിക്കാന്ന് പറഞ്ഞാൽ ജീവൻ മരണ പോരാട്ടം നടക്കുന്ന സമയത്ത് നീല് വീണ് പോകുമെന്ന് തോന്നുന്ന സമയത്ത് ആ കുട്ടി അപ്രതീക്ഷിതമായി രംഗത്ത് വരികയും നീലിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. അതാണ് ജി കുടുംബത്തിലെ സീക്ന. മറ്റേ കൊച്ചു പെൺകുട്ടി ജി ലിന്ന. അവർക്ക് 2 പേർക്ക് പുറമെ നീലോട് താല്പര്യമുള്ളത് ശരിക്കും ആ മെഡിസിൻ ഗോഡ് സെക്ഷനിലെ ആളുകൾക്കാണ്. ആ ഓൾഡ് മാനും വേറെ 3-4 ആളുകളുമുണ്ട്. നീലിന്റെ മനസ്സിൽ ആ കഥകളൊക്കെ ഇങ്ങനെ കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ആ മെഡിസിൻ ഗോഡ് സെക്ഷൻ കാണാൻ പോകാൻ നീലിന് വല്ലാത്തൊരു ആഗ്രഹം. നീലിന് ആ വഴി നന്നായിട്ട് അറിയാമല്ലോ. നീല് കൂടെയുള്ള ഷിയാസുമായും അതുപോലെ ഫ്രെഡിയുമായും അവിടെ എത്തുമ്പോൾ ആ സ്ഥലത്തേക്കുള്ള വഴി ഏതാണ്ട് ബ്ലോക്കായി കിടക്കുകയാണ്. ആ ഭാഗത്തേക്ക് ആരും പോകാറില്ല എന്ന് തോന്നുന്ന ശൈലിയിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. അത് കണ്ടപ്പോൾ നീലിന് തന്നെ വല്ലാത്തൊരു അതിശയം. പെട്ടെന്ന് ഷിയാസ് നീലിനോട് ചോദിച്ചു, മിസ്റ്റർ ഗ്രീ, ശരിക്കും ഇവിടേക്ക് തന്നെയാണോ നമ്മൾ വന്നത്? ആ ചോദ്യം ഷിയാസ് ചോദിക്കുമ്പോൾ നീലിനൊരു കൺഫ്യൂഷൻ. നീൽ എന്തായാലും അവിടുത്തെ ആ പൊടിയൊക്കെ മാറ്റി മുന്നിൽ കാണുന്ന ബിൽഡിങ്ങിന്റെ അടുത്ത് വരുമ്പോൾ അവിടെയും ചിലന്തി വല പിടിച്ചു കിടക്കുകയാണ്. ആ ചിലന്തി വലയൊക്കെ തട്ടിക്കളഞ്ഞ് നീല് വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ അവിടെ ആരുമില്ല. ആ സ്ഥലം ഉപേക്ഷിക്കപ്പെട്ടിട്ട് കുറെ നാളുകളായെന്ന് വിളിച്ചു പറയുന്ന ശൈലിയില് ആ സ്ഥലം കിടക്കുന്നത്. നീലിനോടായി ഷിയാസ് ചോദിച്ചു, മിസ്റ്റർ ഗ്രീ, ഇതിപ്പോ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമാണല്ലോ, ഇവിടേക്ക് തന്നെയാണോ നമ്മൾ വന്നത്? ഷിയാസ്, ഇതാണ് മെഡിസിൻ ഗോഡ് സെക്ഷൻ.
ബേസിക്കലി എനിക്കും അറിയാം മെഡിസിൻ ഗോഡ് സെക്ഷൻ ഈ ഭാഗത്താണെന്ന്. ഞാൻ ഈ ബിൽഡിങ്ങിൽ വന്നിട്ടില്ലെന്നേ ഉള്ളൂ. നീല് ആ ഭാഗത്തൊക്കെ അങ്ങനെ നടന്നു നോക്കി. ആ ബിൽഡിങ്ങും അനുബന്ധ സംവിധാനങ്ങളൊക്കെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലായപ്പോ നീലിന്റെ ഉള്ളിൽ വല്ലാത്തൊരു പെയിൻ അനുഭവപ്പെടുകയാണ്. നീലിന്റെ ഈ കുള്ളൻ മലനിരകളിലെ 8 കൊല്ലക്കാലം ഈ സെക്ഷനുമായി കണക്റ്റാണ്. നീല് കൂടെ മാർഷൽ ആർട്സ് പഠിക്കുന്ന സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ ആ മിസ്റ്റിക് വേൾഡുകളിൽ നിന്ന് ഇവിടേക്ക് മടങ്ങിയെത്തുമായിരുന്നു. അങ്ങനെ മടങ്ങിയെത്തുമ്പോൾ നീലിന് കമ്പനി കൊടുക്കുന്ന ഒരാൾ സാന്റോയാണ്. സാന്റോ നീലിന്റെ പ്രൊട്ടക്ടർ ആയിരുന്നു വേണമെങ്കിൽ പറയാം. ആദ്യത്തെ 2 കൊല്ലക്കാലം മെഡിസിൻ ഗോഡ് സെക്ഷനുമായി മാത്രം കണക്ട് ചെയ്താണല്ലോ നീൽ നിന്നത്. ആ സമയത്ത് നീല് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നീലിനെ ചൊറിയാൻ വരുന്ന ആളുകളുണ്ട്. ശക്തർ എപ്പോഴും അശക്തരുടെ മുകളിൽ കുതിര കയറാൻ ശ്രമിക്കുന്നവരാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നീലിന് സംരക്ഷണമായി സാന്റോ ചാടി വീഴും. സാന്റോയ്ക്ക് നീലിനേക്കാൾ ശക്തിയുണ്ട്, അതുപോലെ ആയോധന വിധികളും അറിയാം. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് സാന്റോ നീലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആ സാന്റോയുടെ ഓർമ്മ പെട്ടെന്ന് നീലിന്റെ മനസ്സിലേക്ക് വന്നതും നീൽ ഒരു ശബ്ദം കേട്ടു. ഏയ് ആരാ ആരാ? ശബ്ദം കേട്ട ദിക്കിലേക്ക് നീലും ഷിയാസും ഫ്രെഡിയും തിരിയുമ്പോൾ അവര് ഒരാളെ കണ്ടു. ലേശം ഒരു പ്രായമുള്ള ആളാണ്. അയാൾ ഒരു കറുത്ത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അയാൾ ആ വാതിൽ വഴി കടന്നു വരികയാണ്. അയാളെ കണ്ടതും നീല് ഓടി അയാളുടെ അടുത്തേക്ക് വന്നു. അങ്കിൾ ഫിലിപ്പ്, ഇത് ഞാനാണ്. അങ്കിൾ ഫിലിപ്പ്, ഇത് ഞാനാണ് എന്ന് നീല് പറയുമ്പോൾ ആ മനുഷ്യൻ അമ്പരപ്പോടെ നീലിൽ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഏയ് ലിറ്റിൽ നീൽ, നീയാടാ? നീ എന്താണ് ഇവിടെ വന്നേ? അങ്കിൾ, ഞാൻ ഹക്സിൽ പോയിരിക്കുകയായിരുന്നു. മടങ്ങി വന്നപ്പോൾ ഞാൻ ഇവിടേക്ക് ഓടി എത്തിയതല്ലേ. നീൽ, സാന്റോ നിന്നെ കുറിച്ച് എന്നും പറയുമായിരുന്നു. സാന്റോയ്ക്ക് ഇതിനെ വലിയ ഇഷ്ടമായിരുന്നു. നീലിനും അത് അറിയാം. സാന്റോ നീലെന്ന് പറഞ്ഞാൽ മരിക്കും. അത്ര ഇഷ്ടമായിരുന്നു സാന്റോയ്ക്ക് നീലിനോട്. നീലിനെ ഒരു കുഞ്ഞ് അനുജനെ പോലെ കൊണ്ടു നടക്കുന്ന ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ സാന്റോയ്ക്കുള്ളത്. സാന്റോയും നീലും തമ്മിൽ യഥാർത്ഥത്തിൽ 2-3 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഒരു ചേട്ടന്റെ ഒരു സ്റ്റൈലാണ് സാന്റോയ്ക്ക് ഉണ്ടായിരുന്നത്. സാന്റോയെ കുറിച്ച് ആ മനുഷ്യൻ പറഞ്ഞതും നീല് അയാളോട് ചോദിച്ചു, അല്ല സാന്റോ എവിടെ? സാന്റോ എവിടെ എന്ന ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അയാൾ ശ്രമിക്കുമ്പോൾ അയാളുടെ മുഖം ഒന്ന് കറുക്കുന്നത് ഷിയാസും ഫ്രെഡിയും കണ്ടു. അയാളുടെ മുഖത്ത് ഒരു വിഷമം വന്നു. പെട്ടെന്ന് അത് മറികടന്നുകൊണ്ട് അയാൾ പറഞ്ഞു, സാന്റോ ഇവിടെ ഇല്ല. സാന്റോ ഇവിടെ ഇല്ലെന്നോ? അങ്കിളെ, എന്താ എന്താ സാന്റോ എവിടെ പോയേ? നീൽ, സാന്റോ മരിച്ചുപോയി. ശരിക്കും ആകാശം ഇടിഞ്ഞു വീണാൽ പോലും നീല് ഞെട്ടത്തില്ല. പക്ഷെ പെട്ടെന്ന് സാന്റോ മരിച്ചു കേട്ടപ്പോൾ നീല് ശരിക്കും നടുങ്ങി സ്തംഭിച്ചങ്ങനെ നിന്നു പോവുകയാണ്. സാന്റോ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സാന്റോയുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കും മുമ്പ് സാന്റോ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ, അങ്കിളെ സാന്റോയ്ക്ക് എന്താ സംഭവിച്ചത്? നീൽ, എന്താ സംഭവിച്ചെന്ന് അറിയില്ല. അവൻ യാദൃശ്ചിവശാൽ മരിച്ചുപോയി. അങ്ങനെ ആ മനുഷ്യൻ പറയുമ്പോൾ അയാൾക്ക് ആ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊരു ധ്വനി കൂടി ആ സംഭാഷണത്തിലുണ്ട്. അത് മനസ്സിലാക്കിയ നീല് പിന്നൊന്നും ചോദിച്ചില്ല. അങ്കിൾ, ഞാൻ എന്തായാലും കുറച്ച് ദിവസം കൂടെ കാണും. ഞാൻ ഉറപ്പായും അങ്ങയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങിപ്പോ എവിടെയാ താമസിക്കുന്നത്? നീൽ, ഞാൻ നമ്മുടെ പഴയ വീട്ടിൽ തന്നെയാണുള്ളത്. നീൽ ആ വീട് അറിയാം. ആ വീട്ടിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് നീല് ആ മനുഷ്യന്റെ അടുത്തുനിന്ന് പിരിഞ്ഞു. നീലും ഷിയാസും ഫ്രെഡിയും കൂടി ആ മനുഷ്യന്റെ അടുത്തുനിന്ന് പിരിഞ്ഞ് കുറച്ചു ദൂരം എത്തിയതും ഫ്രെഡി നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീൻ, എനിക്കെന്തോ അദ്ദേഹം പറയുന്നതിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഷിയാസ് ഉടൻ പറഞ്ഞു, അതെ അദ്ദേഹം ശരിക്കെന്തോ ഒളിക്കുകയാണ്. അവർ രണ്ടുപേരുടെ സംഭാഷണം കേട്ട നീൽ അവരോട് പറഞ്ഞു, എനിക്കത് മനസ്സിലായി, സാരമില്ല, നമുക്കത് കണ്ടുപിടിക്കാം. അവർ 3 പേരും കൂടി അവിടെ നിന്ന് നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അവർ കുള്ളൻ മലനിരകളിലേക്ക് വന്നതിന് ശേഷം ആദ്യമായി ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാൻ. അവിടെ ടേബിളിൽ ആവശ്യത്തിന് വിഭവങ്ങളൊക്കെ എത്തി. വാൽനട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ലഘുഭക്ഷണമായിട്ട് അവർ വാങ്ങിയത്. പിന്നെ ഉള്ളത് ടീ ആണ്. ചായ കുടിച്ച് വാൽനട്ടൊക്കെ കുറിച്ച് അവരെങ്ങനെ ഇരിക്കുമ്പോൾ നീല് ശരിക്കും ആ റെസ്റ്റോറന്റിന് അകത്ത് നടക്കുന്ന സംഭാഷണങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ്. നീലിന്റെ ഒരു രീതി അതാണ്. ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള ചായക്കടയിലേക്ക് കയറി വെറുതെ ചായ കുടിച്ചുകൊണ്ടിരിക്കും. അതേസമയത്ത് അവിടെ നടക്കുന്ന സംഭാഷണങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ആ ഭാഗത്തെ ഒരു ലൊക്കാലിറ്റിയിലെ കാര്യങ്ങളൊക്കെ നീലിന് മനസ്സിലാവും. നീൽ അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ തൊട്ട് സമീപത്തുള്ള ടേബിളിൽ നിന്ന് 2 പേര് സംസാരിക്കുന്നത് നീല് കേട്ടു. ഏയ്, നീ അറിഞ്ഞില്ലേ ലീനയുടെ വിവാഹ നിശ്ചയം? ആ, ഞാൻ അറിഞ്ഞു. അടുത്ത ആഴ്ചയില്ലേ? അടുത്ത ആഴ്ചയോ? ഇന്ന് രാത്രിയാ? ഇന്ന് രാത്രിയോ? അതെന്താടാ ഇന്ന് രാത്രി നടത്തുന്നത്? ഇടാ, അവളുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ലേ? അവള് ആളത്ര ശരിയല്ലല്ലോ. അതുകൊണ്ട് കിട്ടിയ ആളെ പെട്ടെന്ന് ഇങ്ങ് കെട്ടാൻ തീരുമാനിച്ചതാണ്. ആ ഡയലോഗ് പറഞ്ഞത് ലേശം വണ്ണമുള്ള ഒരു കക്ഷിയാണ്. മറ്റേ കക്ഷി കൗതുകത്തോടെ അവനോട് ചോദിച്ചു, അല്ല നീ എന്തായി പറഞ്ഞു വരുന്നത്? ഇടാ, അവൾക്ക് ആ സാന്റോയുമായി അടുപ്പമുണ്ടായിരുന്ന കാര്യം നിനക്ക് അറിയാമല്ലോ. യഥാർത്ഥത്തിൽ അവൾ സാന്റോ അല്ലേ കല്യാണം കഴിക്കേണ്ടത്. സാന്റോ ആത്മഹത്യ ചെയ്തു. ഇപ്പൊ ഇതാ ആ ഓർമ്മമായി മുമ്പ് അവള് മറ്റൊരാളെ കല്യാണം കഴിക്കുകയാണ്. അതിലൊരു വശപ്പിശക് നിനക്ക് തോന്നുന്നില്ലേ? ആ തടിയൻ തന്റെ അടുത്തിരിക്കുന്ന ആളോട് ആ ചോദ്യം ചോദിച്ചപ്പോ അയാള് ആ തടിയനോട് പറഞ്ഞു, ശരിയാണല്ലോ,
സാന്റയും അവളും തമ്മിലുള്ള വിവാഹം നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. ഇപ്പോ സാന്റ മരിച്ച അധിക ദിവസം കഴിയുമ്പോൾ അവള് പുതിയ വിവാഹത്തിന് സമ്മതം കൊള്ളുക എന്ന് പറയുമ്പോൾ എനിക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് മറുപടിയെ ആ തടിയൻ പറഞ്ഞു, ഇടാ അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ല. ആ സാന്റോ ഒരു കിഴങ്ങനല്ലേ. ആ കിഴങ്ങൻ ചത്തതിൽ അവൾക്ക് സന്തോഷമായിരിക്കും ഉള്ളത്. ആ കിഴങ്ങന്റെ വേർപാടിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കാതെ അവള് ചൂതുറുക്കുള്ള ഗാവലിനെ കള്ളം കഴിക്കുന്നത് നല്ല കാര്യമല്ലേ. ആ ഡയലോഗ് സ്വാഭാവികമായിട്ടും ഇവിടെ ഷിയാസും അതുപോലെ ഫ്രെഡിയും കേട്ടു. ഫ്രെഡിക്ക് ആ പറയുന്ന കഥയിലെ സാന്റോയെ മനസ്സിലായി. സാന്റോ നീലിന് വേണ്ടപ്പെട്ട ആളാണെന്നും അവൻ മനസ്സിലായതുകൊണ്ട് അവൻ പെട്ടെന്ന് ആ സീറ്റിൽ എണീറ്റ് അവന്മാരുടെ അടുത്തേക്ക് എന്ന് അവരോട് പറഞ്ഞു, നോക്ക്, മരിച്ചുപോയ ആളെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്നത് ശരിയല്ല. തികച്ചും അപരിചിതനായ ഒരു വ്യക്തി ആ മേശയുടെ അടുത്ത് വന്നിട്ട്, ഹേയ്, ഞങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് താനാണോ തീരുമാനിക്കുന്നത്? അങ്ങനെ ആ തടിയൻ ചോദിച്ചതും ഫ്രെഡി അയാളോട് പറഞ്ഞു, നിങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു, അത് കുഴപ്പമില്ല. പക്ഷെ മരിച്ചുപോയ ഒരാളെക്കുറിച്ച് അപവാദം പറയുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഫ്രെഡി വീണ്ടും ആ ഡയലോഗ് പറഞ്ഞതും ആ മനുഷ്യന് ശരിക്കും ദേഷ്യമായി. ആരെക്കുറിച്ച് എന്ത് സംസാരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ കയറി വന്നിട്ട് ഞങ്ങളോട് ന്യായം പറയുന്നു. നീ ഇവിടെ വന്ന് ഞങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് നിന്നെ വെറുതെ വിടാൻ പറ്റില്ല. അങ്ങനെ ആ തടിയൻ പറഞ്ഞതും നീൽഗ്രി ആ മേശയിൽ ഒരൊറ്റയാടി. ആ മേശയിൽ നീല അടിച്ചതും ആ മേശപ്പുറത്തുണ്ടായിരുന്ന പ്ലേറ്റിൽ നിന്ന് വാൽനട്ടുകൾ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി. അതിൽ ഒരെണ്ണം നീലിന്റെ നേരെ മുന്നിലെത്തിയതും നീല് ആ വാൽനട്ടിൽ വിരലിലുള്ള ഒരൊറ്റയാടി. ശരിക്കും ക്യാരം ബോർഡിൽ സ്ട്രൈക്കർ ഉപയോഗിച്ച് നമ്മളെ കോയിൻ അടിക്കും പോലെ നീല് ആ വാൽനട്ടിൽ ഒന്ന് അടിച്ചതും ആ വാൽനട്ട് നീലിന്റെ മേശ മുകളിൽ നിന്ന് ബുള്ളറ്റ് പോലെ മുന്നോട്ട് പായുകയാണ്. ഫ്രെഡിയുമായി തർക്കിക്കുന്ന ആ തടിയന്റെ കഴുത്തിലേക്കാണ് ആ വാൽനട്ട് ചെന്ന് ഇടിച്ചത്. ആ വാൽനട്ട് ആ തടിയനെ കൊണ്ട് ആ നിമിഷം ആ മേശയുടെ അടുത്ത് നിന്ന് പറക്കുകയാണ്. അടുത്തുള്ള മേശകളുടെ മുകളിൽ കൂടി ആ മനുഷ്യൻ പറന്നു ചെന്ന് ആ ചുവരിലേക്ക് തറച്ചകി നിന്നു. ശരിക്കും ആ വാൽനട്ട് അയാളുടെ കഴുത്തിൽ കൂടെ തുളച്ച് ചുവരിൽ ഇടിച്ചു നിൽക്കുകയാണ്. ആ വാൽനട്ടിന്റെ ഒരറ്റം ഇപ്പോൾ അയാളുടെ കഴുത്തിനകത്തുണ്ടെന്ന അർത്ഥം. ഞെട്ടിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന ആ കാഴ്ച ആ റെസ്റ്റോറന്റിന്റെ അകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും സ്തംഭിപ്പിച്ചു എന്ന് പറയാം. സകലരും ശ്വാസം അടക്കി പിടിച്ച് ആ കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ നീല് എണീറ്റു. നീല് ആ ടേബിളിന്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് ഫ്രെഡിയോട് പറഞ്ഞു, ഫ്രെഡി, ബാക്കി എന്താ വേണ്ടെന്ന് നിനക്കറിയാമല്ലോ. അങ്ങനെ പറഞ്ഞ് നീല് തിരിഞ്ഞു പോലും നോക്കാതെ അവിടുന്ന് റെസ്റ്റോറന്റിന്റെ പുറത്തേക്ക് ഇറങ്ങി. ഷിയാസ് ശരിക്കും അമ്പരപ്പോടെ നീലിന്റെ പുറകെ ഓടിയെത്തുകയാണ്. നീലിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഇപ്പൊ ഏകദേശം ഒരു ധാരണ ഷിയാസിനുണ്ട്. അടിക്കടി അത് നീലിന്റെ സ്റ്റൈലാണ്. നീലിപ്പോ വന്നിരിക്കുന്ന കുല്ലൻ മലനിരകളിലേക്കാണ്. ഇവിടെ നീലിനേക്കാൾ മിടുക്കരായ ജീനിയസുകളായ ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ നീല് വേല കാണിക്കാൻ നിന്നാൽ അടി എപ്പോ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അതാണ് ഷിയാസിനെ വല്ലാതെ അലട്ടുന്നത്. ഷിയാസ് നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, നമ്മളിവിടെ ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നല്ലേ വിചാരിച്ചത്. ഇതിപ്പോ എല്ലാവരും നമ്മളെ അറിയുമല്ലോ. അങ്ങനെ ഷിയാസ് പറഞ്ഞതും നീല് ഷിയാസിനോട് പറഞ്ഞു, ഞാൻ ആ ലീനയുടെ വിവാഹ നിശ്ചയം കാണാനായിട്ട് പോവാന്ന് വിചാരിക്കുകയാണ്. മിസ്റ്റർ ഗ്രീ, അവിടേക്ക് ചെന്ന പ്രശ്നമില്ലേ? അതെന്തെങ്കിലും ആവട്ടെ. ഷിയാസ്, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് ബിരുഡ് സോഴ്സ് സെക്ഷനിലേക്ക് ചെല്ലണം. ഞാൻ കുള്ളൻ മലനിരകളിൽ എത്തിയിട്ടുള്ള കാര്യം അവരെ അറിയിക്കും. ബാക്കി കാര്യങ്ങൾ അവര് പ്ലാൻ ചെയ്യുമല്ലോ. അല്ല മിസ്റ്റർ ഗ്രീ, ഞാൻ ഇന്നത്തെ കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് നോക്ക്, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഈ നിമിഷം നീ ഇവിടുന്ന് പോയിരിക്കണം. ഷിയാസിനെ അവിടെ നിർത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നീലിന്റെ ആ വാക്കുകൾ വ്യക്തമാക്കിയതും ഷിയാസ് അവിടുന്ന് വേഗം പിരിഞ്ഞു. ഷിയാസ് അതിവേഗം മെറിയുടെ സോഴ്സ് സെക്ഷനിലേക്ക് പറക്കുകയാണെന്ന് പറയാം. അവിടെ ചെന്ന് അവിടെയുള്ള സെക്ഷൻ മാസ്റ്ററെയും എൽഡേഴ്സിനെയൊക്കെ കണ്ട് കാര്യം അവതരിപ്പിക്കണം. എത്രയും പെട്ടെന്ന് നീലിന് സഹായം അവരെത്തിക്കേണ്ടിയിരിക്കുന്നു. നീല് ഈ സ്റ്റൈലിലാണെങ്കിൽ ഇന്ന് രാത്രി 8 മണിക്ക് അവിടെ ആ വിവാഹ നിശ്ചയം നടക്കുന്ന വെന്യുവിൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കും. അത് 100% ഉറപ്പാണ്. നീലിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഇപ്പോ ഷിയാസിനുണ്ട്. ഷിയാസ് അങ്ങനെ കരുതിയപ്പോ നീല് തന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി തികച്ചും അപ്രതീക്ഷിതമായി മുഖത്ത് എടുത്തണിഞ്ഞ ആ മുഖംമൂടി സാക്ഷാൽ സിന്നർ ഗ്രീയുടെ ആ മുഖംമൂടിയാണ്. സിന്നറിന്റെ മുഖംമൂടി എടുത്ത് ധരിച്ചപ്പോഴാണ് നീല് പെട്ടെന്ന് ആലോചിച്ചത്, ഈ സിന്നറെ വേട്ടയാടാനാണല്ലോ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്, അതും ഈ കുന്നൻ മലനിരകളിൽ. അതുകൊണ്ട് ഇവിടെയുള്ള ഏത് റെസ്റ്റോറന്റിൽ ആ മുഖംമൂടിയുമായി ചെന്നാലും ആളുകൾ തിരിച്ചറിയും. ശരിക്കും നീല് ധരിക്കുന്നത് ഒരു ഹ്യൂമൻ മുഖംമൂടിയാണ്. അത് ഒരു മാസ്ക് പോലെയാണ്. ദേഹത്തെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ പുതിയൊരു ആളെ പോലെ തോന്നും. നീലിന്റെ മുഖത്തിന് പകരം സിന്നറുടെ മുഖം വരുമെന്ന് മാത്രം. സിന്നറുടെ മുഖം ആ ഹ്യൂമൻ മാസ്കിലൂടെ മുഖത്ത് കൊണ്ടുവന്ന നീല്
തുടർന്ന് സാധാരണ ഒരു മാസ്ക് മുഖത്തിന്റെ ഒരു പകുതി മാത്രം മറയത്തക്ക രീതിയിൽ എടുത്തേക്ക് ധരിച്ചു. ചെവിയും താടിയും കൂടെ പിടിച്ചിടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മാസ്ക്. ഈ ഭാഗം ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഈ വലത് കണ്ണും ഈ ഭാഗമൊക്കെ വിസിബിൾ ആണ് താൻ. ആ വേഷമൊക്കെ ധരിച്ച നീല് അന്ന് രാത്രി 8 മണിയായപ്പോൾ അവിടെ ആ വിവാഹ നിശ്ചയം നടക്കുന്ന വെന്യൂവിലെത്തി. അവിടെ ആ വിവാഹ നിശ്ചയം നടക്കുന്ന ആ വെന്യൂവിന് ചുറ്റുമായി ഒരു ഫോർമേഷൻ ഉണ്ട്. ആ ഫോർമേഷന്റെ ഒത്തു നടക്കുക ഒരു ഗേറ്റിൽ കാവൽക്കാരുണ്ട്. കാവൽക്കാർക്ക് നമ്മുടെ ഇൻവിറ്റേഷൻ ലെറ്റർ കാണിച്ചാലേ അവര് നമ്മളെ അകത്തേക്ക് കടത്തത്തുള്ളൂ. അങ്ങനെ ഇൻവിറ്റേഷൻ ലെറ്റർ കാണിച്ച് അകത്തേക്ക് അനവധി ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നീലിന്റെ കയ്യിൽ ഇൻവിറ്റേഷൻ ലെറ്റർ ഇല്ല. അതുകൊണ്ട് നീല് ആ ഗേറ്റിൽ നിന്ന് കുറച്ച് വലത്തോട്ട് മാറി ആ വെന്യൂവിന്റെ പുറകുവശത്തെത്തി. അവിടെ വെച്ച് വളരെ നിഷ്പ്രയാസം ആ ഫോർമേഷൻ പതുക്കെ അല്പനേരത്തേക്ക് തകർത്ത് നീലങ്ങ് അകത്ത് കിടന്നു. നീല അകത്ത് കിടന്നതും ആ ഫോർമേഷൻ വീണ്ടും അങ്ങ് യോജിക്കുകയാണ്. ഒരു കുഞ്ഞു പോലും അറിയാതെ നീല് ആ ഫോർമേഷന്റെ ഉള്ളിൽ കടന്നു എന്നർത്ഥം. നീല് ആ ഫോർമേഷൻ തകർത്ത് ആരുടെയും ശ്രദ്ധയപ്പെടാതെ അവിടെ ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ അനവധി ടേബിളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ടേബിളുകളുടെ ചുറ്റുമായി ആളുകളൊക്കെ ഇരിപ്പുണ്ടോ. ആളുകൾ ഇങ്ങനെ ആ മെയിൻ വാതിൽ വഴി കടന്നു വരുമ്പോൾ അവരെ സ്വീകരിച്ച് ഓരോ ടേബിളിനടുത്തായി കൊണ്ടിരുത്താനായി ഈ ഫംഗ്ഷൻ സംഘടിപ്പിക്കുന്ന കുട്ടികളുമുണ്ട്. നീല് ഒഴിഞ്ഞ ഒരു ടേബിളിന്റെ അടുത്ത് വന്നിരുന്നു. നീൽ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നീലിന്റെ ആ ഇരിപ്പ് ശ്രദ്ധിച്ച വേറെ ചില ആളുകളൊക്കെ നീലിനെ ഒന്ന് അളക്കുന്നുണ്ട്. നീലിപ്പോ ഇമോർട്ടൽ അസർഷൻ ലെവലിലെ ആദ്യ സ്റ്റേജുകളിലുള്ള ഒരാളാണ്. നീലിന്റെ ആ കൾട്ടിവേഷൻ സ്റ്റേജ് അയാളേക്കാൾ ശക്തരായ ആളുകൾക്ക് എളുപ്പം അളക്കാൻ പറ്റും. അവിടെ ആ ഫംഗ്ഷൻ നടക്കുന്ന ആ വെന്യൂ നിയന്ത്രിക്കുന്ന ഗേറ്റ് കീപ്പർമാരുടെ ശക്തി നീലിന്റെ ശക്തിയുമായി കമ്പയർ ചെയ്യാൻ പറ്റും. അകത്തേക്ക് വന്നിരിക്കുന്ന ആളുകളൊക്കെ യഥാർത്ഥത്തിൽ നീലിനേക്കാൾ ശക്തരാണ്. ലേഡീസും മറ്റ് ആളുകളൊക്കെ ഉണ്ട്. അല്ലാതെ അവിടെ വരുന്ന എല്ലാ പുരുഷന്മാരും കൾട്ടിവേറ്റേഴ്സ് ആയ സ്ത്രീകളും ഒക്കെ നീലിനേക്കാൾ ശക്തരാണ്. എമോർട്ടൽ അസംഷൻ സ്റ്റേജിൽ നിന്ന് ട്രാൻസെൻഡിങ് സ്റ്റേജിലേക്ക് കടന്നവരാണ് ഒട്ടുമുക്കാൽ ആളുകളും. ചില ആളുകളെങ്കിലും സെയിന്റ് ലെവലിലുള്ളവരാണ്. സെയിന്റ് കിങ്ങിലുള്ള ആളുകളും ചിലപ്പോൾ ആ കൂട്ടത്തിൽ കണ്ടേക്കാം. അതിശക്തരുടെ ഒരു സമ്മേളനമാണ് യഥാർത്ഥത്തിൽ അന്ന് അവിടെ നടക്കുന്നത്. കല്യാണ നിശ്ചയത്തിലെ വധു ലീ കുടുംബത്തിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ ലീ കുടുംബവുമായി ബന്ധപ്പെട്ട് കുറേയേറെ എക്സ്പെർട്ടുകളായിട്ടുള്ള കൾട്ടിവേറ്റേഴ്സ് അവിടെ പല ഭാഗത്തുമായി തമ്പടിച്ചിട്ടുണ്ട്. മറ്റാരുടെ ശ്രദ്ധയപ്പെടാതെ അവര് ആ യോഗത്തിന് ആവശ്യമായ സംരക്ഷണം കൊടുത്തുകൊണ്ട് അവിടെ ഉണ്ടെന്നർത്ഥം. അതുപോലെ തന്നെയാണ് വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുന്ന ഗാവലിന്റെ ആ ഗാവോ കുടുംബത്തിലെ ആളുകൾ. അവരും അതിശക്തരാണ്. പല ഭാഗത്തായി അവരും നിപ്പുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും പുറമെ ഈ റെസ്റ്റോറന്റിന്റെ യഥാർത്ഥ ഉടമകളായിരുന്ന ഇവാബോ പൗലിന്റെ ആളുകളും അവിടെയുണ്ട്. ശരിക്കും ഇവാബോ പൗലിന്റെ മറ്റൊരു സബ്സിഡറി ആയിരുന്നു ഈ റെസ്റ്റോറന്റ്. പക്ഷെ ഇപ്പോ ഈ റെസ്റ്റോറന്റ് ലീ കുടുംബത്തിന്റെയാണ്. എന്നാലും ഇവാബോ പൗലിനുമായി ബന്ധപ്പെട്ട ആളുകളും അവിടെയുണ്ട്. ഇവർക്കൊക്കെ പുറമെ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാനായി എത്തുന്ന കുറേയേറെ ആളുകളുണ്ട്. അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയ ആളുകളൊക്കെ പല വിഷയങ്ങളിൽ ചർച്ച ചെയ്യുമെങ്കിലും പല ടേബിളുകളിലെയും പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സാക്ഷാൽ സിന്നർ ഗ്രീയാണ്. സിന്നർ ഗ്രീയും അയാളുടെ സഹായിയും വേട്ടയാടി പിടിക്കാനായി 100ഓളം സെക്ഷനുകൾ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്ന വിവരം ഇപ്പോ അവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ടൗണുകളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഒക്കെ ആ രണ്ടുപേരുടെയും പോസ്റ്ററുകളും പതിക്കപ്പെട്ടിരിക്കുകയാണ്. അത് മിക്കവാറും ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. ആ സിന്നറെ കുറിച്ചും അതുപോലെ സിന്നറുടെ സഹായിയെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുമ്പോൾ സിന്നറെ കുറിച്ച് പറയാൻ പലർക്കും 100 നാവാണ്. വേട്ടയാടി പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ടീമിന്റെ ഭാഗമാണ് അവർ പലരുമെങ്കിലും അവർക്കൊക്കെ ഉള്ളിനുള്ളിൽ സിന്നറോട് ഒരു ബഹുമാനമുണ്ട്. സിന്നർ ആ പ്ലം ബ്ലോസം ചെടിയുടെ ഒരു ചെറിയ ശാഖ ഒടിച്ചിട്ട് ആ ഇവാബോ പൗലിന്റെ തലവനെ കൊന്ന ആ കഥ ഇപ്പൊ ഒരു നാടോടി പാട്ട് പോലെ അങ്ങനെ പടർന്നിരിക്കുകയാണ്. ആ കഥ അറിയാത്ത ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. ആ ഒരൊറ്റ സംഭവം കൊണ്ട് തന്നെ സിന്നർ ശരിക്കും ഫേമസ് ആയിട്ടുണ്ട്. ഇവാബോ പൗലിന്റെ ഹക്സിയ മേഖലയിലെ ആ സ്ഥലമാണ് തകർക്കപ്പെട്ടത്. അവിടെ അന്ന് അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ബാക്കി ലീഡേഴ്സ് കൊല്ലപ്പെട്ടത് വെറും ഇലകൾ ഉപയോഗിച്ചിട്ടാണ്. അന്ന് ആ സിന്നർ ഇലകൾ വെറുതെ വായുവിലേക്ക് ചുമങ്ങ് തെറിപ്പിച്ചതുള്ളൂ. ആ ഇലകൾ 4 വാളുകളായി മാറി 4 പേരെ കൊലപ്പെടുത്തുകയായിരുന്നു. സിന്നർക്ക് ഒരാളെ കൊല്ലാൻ ഇല പോലും വേണ്ട എന്ന കഥയാണ് പരക്കുന്നത്. ഒരുപാട് പ്രതിഭാശാലികൾ ഈ കൊല്ലം മലനിരകളിൽ ഉണ്ട്. പക്ഷെ ഇതുപോലൊരെണ്ണം അവരാരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. അതുകൊണ്ട് തന്നെ സിന്നറെ കുറിച്ച് പറയാൻ ഒരു വല്ലാത്ത ആവശ്യം ആളുകൾക്കൊക്കെ ഉണ്ട്. ആ സംഭാഷണങ്ങളൊക്കെ ആളൊഴിഞ്ഞൊരു മേശയിലടുത്തിരിക്കുന്ന നീൽഗിരി കേൾക്കുന്നുണ്ട്. സിന്നർ ഗ്രിയുടെ അപധാനങ്ങൾ ആളുകൾ പറയുമ്പോൾ നീലിന്റെ ഉള്ളിനുള്ളിൽ എന്തെന്ന് പറയാൻ അറിയാൻ കഴിയാത്ത ഒരു ഭാവമാണ് ഉണ്ടാകുന്നത്. ശരിക്കും അന്ന് തികച്ചും യാദൃശ്യവശാൽ നീലിന്റെ വായിന്ന് വീണുപോയ പേരാണ് സിന്നർ. നീലിന്റെ പേര് ചോദിച്ചപ്പോൾ നീൽഗിരി എന്ന് പറയാൻ പോയതാണ്. പെട്ടെന്ന് നീൽ എന്ന പേര് മാറ്റി സിന്നർ എന്ന് പറഞ്ഞേ ഉള്ളൂ. ആ പേരാണ് ഇപ്പോ ആളുകൾക്ക് അറിയാവുന്നത്.
അന്ന് പക്ഷേ ഷിയാസ് നൽകിയ ആ മുഖംമൂടി ഉപയോഗിച്ചപ്പോൾ ആ മുഖംമൂടിയായി ഇപ്പോ സിന്നറുടെ ഐഡന്റിറ്റി. സിന്നറെ കാണാൻ എങ്ങനെയുണ്ട്, സിന്നർ വിവാഹം കഴിച്ച ആളാണോ തുടങ്ങിയ ധാരാളം ചോദ്യങ്ങൾ ഇതിനിടയിൽ സ്ത്രീകളൊക്കെ ചോദിക്കുന്നുണ്ട്. പലതരത്തിലുമുള്ള അഭിപ്രായങ്ങൾ അങ്ങനെ ആ ആൾക്കൂട്ടത്തിനിടയിൽ പടർന്നു വരുമ്പോൾ നീലിന്റെ തൊട്ടടുത്ത് ഒരു യുവതി വന്നിരുന്നു. ഒരു സുന്ദരിയാണ്. അവള് നീലിനോട് ചോദിച്ചു, താങ്കളുടെ പേരെന്താണ്? ആ ചോദ്യത്തിന് നീൽ ഉത്തരം പറയാതെ നീൽ ആ പ്രധാന വാതിൽക്കലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. നീല് ചോദ്യം കേട്ടില്ല എന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി. അവൾ നീലിനോട് പറഞ്ഞു, എന്റെ പേര് ഡയന എന്നാണ്. ഞാൻ ഇബാബു പൗലിന്റെ നടത്തിപ്പുകാരിയാണ്. ഇബാബു പൗലിൻ്റെതാണ് ഈ റെസ്റ്റോറന്റ്. പക്ഷേ ഇപ്പോ ലീ കുടുംബം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. ഇബാബു പൗലിൽ നിന്നും ലീ കുടുംബം എന്നൊക്കെ കേട്ടപ്പോ നീലിന്റെ കണ്ണുകളിൽ ഒരു തിളക്കം ഉണ്ടായി. നീല് കൗതുകത്തോടെ തിരിഞ്ഞ് അവളെ നോക്കുമ്പോൾ അവൾ പറഞ്ഞു, മിസ്റ്റർ, ഈ വിവാഹ നിശ്ചയത്തിന് വരുന്ന ആ വധു ഉണ്ടല്ലോ, ലീന, അവള് ശരിക്കും കുഴപ്പക്കാരിയാണ്. നേരത്തെ അവൾക്ക് വേറൊരു ചെറുപ്പക്കാരനുമായി ബന്ധമുണ്ടായിരുന്നു. സാന്റോ എന്നാണ് അയാളുടെ പേര്. ആ സാന്റോയെ ഇവള് കബളിപ്പിച്ചതാണ്. അങ്ങനെയാണ് സാന്റോ ആത്മഹത്യ ചെയ്തത്. ആ ആത്മഹത്യ കഴിഞ്ഞ് അധിക ദിവസം കഴിയുമ്പോൾ ഇവള് മറ്റൊരുത്തിനെ ഇതാ വരനായി സ്വീകരിക്കുന്നത്. ശരിക്കും ഇവള് അപകടകാരിയാണ്. ഒരു സുന്ദരിക്ക് വേറൊരു സുന്ദരിയെ കണ്ടുകൂടാ എന്ന് പറയുന്ന ആ ശൈലിയിൽ ഒരു കുറ്റാരോപണമാണ് യഥാർത്ഥത്തിൽ ആ ഡാനിയ അവിടെ നടത്തുന്നത്. അവൾ പറയുന്ന ആ ആരോപണങ്ങൾ കേട്ടതും നീല് അവളോട് ചോദിച്ചു, ലീന ശരിക്കും കുഴപ്പക്കാരിയാണോ? കുഴപ്പക്കാരിയാണോന്നോ? ഞാൻ പറഞ്ഞില്ലേ, അവളും അവളുടെ അച്ഛനും ചേർന്ന് ചതിച്ച ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ റെസ്റ്റോറന്റ് അടിച്ചു മാറ്റിയത്. നുണ പറയാനും പ്രചരിപ്പിക്കാനും സ്കീമുകൾ അതിനനുസരിച്ച് ഉണ്ടാക്കാനും അവളെ കഴിഞ്ഞ് ഈ ഭൂമിയിൽ ആരും കാണത്തുള്ളൂ. ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടാവും. ലീനയെ കുറിച്ചുള്ള ഡാനിയയുടെ വളരെ വ്യക്തമായ വിലയിരുത്തലാണ് നീലപ്പോ കേട്ടത്. നീലിനോട് ഡാനി അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ നീല് ആ ഗേറ്റിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. വധുവായ ലീന അവളുടെ പിതാവിനൊപ്പം അകത്തേക്ക് പ്രവേശിച്ചു. ശരിക്കും അവള് അകത്തേക്ക് നടന്നു വരുമ്പോൾ നീല് കൗതുകത്തോടെ അവളെ നോക്കി. സാന്റോ ഒരുപാട് തവണ ഈ ലീനയെ കുറിച്ച് നീലിനോട് പറഞ്ഞിട്ടുണ്ട്. സാന്റോയുടെ ഏറ്റവും വലിയ ആഗ്രഹം ലീനയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വേറെ താല്പര്യങ്ങളൊന്നും ശരിക്കും സാന്റോയ്ക്ക് ഉണ്ടായിരുന്നില്ല. സാന്റോ നീലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹേയ് ബ്രദർ, എന്റെ വധുവിനെ കാണുമ്പോൾ ശരിക്കും നീ ഞെട്ടും. നിന്നെ എന്തായാലും ഞാൻ അവളെ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നീ ഒരു കണ്ടീഷൻ പാലിക്കണം. നീ എന്നോടൊപ്പം വരുമ്പോ അത്ര വൃത്തിയായിട്ട് വരണ്ട. അവിടെ വെച്ച് നിന്നെ കണ്ട് നിന്നെ അവളങ്ങ് ഇഷ്ടപ്പെട്ട എന്റെ കാര്യം പോക്കാണ്. സാന്റോ അങ്ങനെ പറഞ്ഞിട്ട് ഒരേ ചിരിയാൽ സാന്റോയ്ക്ക് അറിയാം സാന്റോക്കാൽ സുന്ദരനാണ് നീലെന്ന്. നീലിനെ കൊണ്ട് പെണ്ണ് കാണാൻ പോയാൽ അവിടെ വെച്ച് ആ പെണ്ണ് നീലിനെ അങ്ങ് ഇഷ്ടപ്പെട്ടാൽ കളി ആകെ മാറുവേ. സാന്റോ അങ്ങനെ പറഞ്ഞ് ചിരിക്കുമ്പോ ആ ചിരിയിൽ നീലും പങ്കെടുക്കുമായിരുന്നു. സാന്റോ നീലിനോട് പറഞ്ഞിരുന്നു, നീല് ഹക്സിലേക്ക് പോകുമോ? ഇടാ, നീ ഹക്സിലേക്ക് പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എന്റെ വിവാഹ നിശ്ചയം ഞാൻ അറിയിച്ചാൽ ആ നിമിഷം നീ ഇവിടെ പറഞ്ഞെത്തണം. അങ്ങനെ എത്താമെന്ന് നീല് സാന്റോയ്ക്ക് വാക്കും കൊടുത്തിരുന്നതാണ്. നീലിനെ സാന്റോ വിവാഹ നിശ്ചയം അറിയിച്ചില്ല, കാരണം വിവാഹ നിശ്ചയം ആയിട്ടില്ലല്ലോ. പക്ഷെ ഇതാ സാന്റോ പറഞ്ഞ ആ ലീനയുടെ വിവാഹ നിശ്ചയം എത്തിയിരിക്കുകയാണ്. ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് പറയാൻ വയ്യ. ആ ദിവസം നീലിത ആ വെന്യൂല് കൃത്യമായി എത്തിയിരിക്കുകയാണ്. നീല് ആ ലീനയെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ ഒരു അനക്കം. ആൾക്കൂട്ടത്തിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരാൾ അതിവേഗം ലീനയുടെ മുന്നിലേക്ക് എത്തിയ ആ മനുഷ്യന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. ആ കത്തി കൊണ്ട് അയാൾ ലീനയെ ആഞ്ഞു കുത്താൻ ശ്രമിച്ചതും ലീനയുടെ ഇടതു ഭാഗത്തുകൂടി അവളുടെ പ്രതിശ്രുത വരൻ പ്രത്യക്ഷപ്പെട്ടു. അയാള് കാലുയർത്തി ഒരൊറ്റ ചവിട്ട്. ലീനയെ കുത്താൻ ശ്രമിച്ച ആ മനുഷ്യന്റെ കയ്യിലാണ് ആ വ്യക്തി ആഞ്ഞു ചവിട്ടിയത്. തൽഫലമായി ആ കത്തിയും ആളുമായി ആ മേശകൾക്ക് മുകളിലൂടെ അയാൾ തെറിച്ച് ആ തുറസായ സ്ഥലത്ത് വന്നങ്ങ് വീണു. അനവധി മേശകൾ ഇട്ടിരിക്കുന്നതിനിടയിൽ കുറച്ച് സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്കാണ് അയാൾ വന്നു വീണത്. യഥാർത്ഥത്തിൽ ആ സ്പേസ് വഴി നടന്നാണ് ആ വധുവരന്മാർക്ക് പ്രധാന സ്റ്റേജിലേക്ക് കടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും അവിടെ വന്നു വീണ ആളെ കാണാൻ പറ്റും. ആളുകൾ അമ്പരപ്പോടെ നോക്കുമ്പോൾ അയാള് തറ തേടിയിട്ടു. അയാളുടെ വായ്ക്കുടി ചോര ഒലിക്കുന്നുണ്ട്. കൈ അപ്പോഴും ആ കത്തിയിലുണ്ട്. ആ കത്തിയുടെ പിടി അയാൾ വിട്ടിട്ടില്ല എന്നർത്ഥം. അയാള് തന്നെ ചവിട്ടിയ ഗാവലിനെതിരെ ആ കത്തി ചൂണ്ടി അയാളോട് പറഞ്ഞു, എടാ ഗാവലിൻ, നീ എന്നെ ചവിട്ടിയത് ദാ അവക്ക് വേണ്ടിയല്ലേ? നിനക്കറിയുമോ അവൾ ആരാണെന്ന്? അവളെ പോലെ ഭൂലോക പിഴ വേറൊരാള് ഉണ്ടാകില്ല. തരികിടയാണ് അവള്, തരികിട. വിവാഹ നിശ്ചയം നടക്കുന്ന വെന്യൂവിൽ ആ വിവാഹ നിശ്ചയത്തിലെ വധുവിനെ നോക്കി അവിടെ എത്തിയ ഒരാള് ഈ ശൈലിയിൽ ഒരു ഡയലോഗ് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സദസ്സാകെ വല്ലാണ്ട് വയലന്റ് ആകുമല്ലോ. അത് തന്നെ ഇവിടെ സംഭവിക്കുകയാണ്. ആളുകൾ അത് കേട്ട് വയലന്റായി പ്രതികരിക്കാൻ നോക്കുമ്പോഴാണ് പലരും ആ ഡയലോഗ് പറഞ്ഞ ആളെ തിരിച്ചറിയുന്നത്. അത് സാക്ഷാൽ ഫിലിപ്പാണ്. ഫിലിപ്പിനെ ആളുകൾക്ക് അറിയാം. മരിച്ചുപോയ സാന്റോയുടെ പിതാവാണ് ഫിലിപ്പ്. ഫിലിപ്പിന്റെ മകൻ സാന്റോയുമായി
ഈ ലീനയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നതാണ്. സാന്റോ മരിച്ച് ആ ബോഡി മണ്ണിനോട് ലയിച്ചു ചേരും മുമ്പ് ലീന ഒരു പുതിയ വിവാഹത്തിന് ഇറങ്ങി തിരിച്ചതാകാം ആ മനുഷ്യരെ കൊണ്ട് ഈ ശൈലിയിൽ ഒരു ഡയലോഗ് പറയിപ്പിച്ചത്. അങ്ങനെ ഒരു ചിന്തയാണ് പലർക്കും ഉള്ളത്. എന്നാൽ മറ്റു ചിലർക്ക് വേറൊരു കാര്യം അറിയാം. അവരുടെ കൺമുന്നിലൂടെ ആണല്ലോ ആ മനുഷ്യൻ ലീനയെ ആക്രമിക്കാൻ പോയത്. പല ആളുകളും അയാളെ ലീനയെ ആക്രമിക്കുന്നത് കണ്ടിട്ടില്ല. ലീനയെ ആക്രമിക്കാൻ അയാൾ എന്തിനു ശ്രമിച്ചു? ആ ശ്രമത്തിന്റെ പിന്നിൽ കേട്ടുകേൾവിക്ക് വല്ല അർത്ഥമുണ്ടോ? ഒരു കേട്ടുകേൾവി ഇപ്പോൾ ഉണ്ട്. അതെങ്ങനെ പതുക്കെ പതുക്കെ ഒരു ചെവിയിൽ നിന്ന് അടുത്ത ചെവിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലീനയാണ് സാന്റോയുടെ ആ ആത്മഹത്യയുടെ കാരണക്കാരി എന്നാണ് ആ കഥ പറയുന്നത്. ആ കഥ സ്വാഭാവികമായിട്ടും സാന്റോയുടെ പിതാവിന്റെ ചെവിയിൽ എത്തിക്കാണ്. തന്റെ മകന്റെ മരണത്തിന് കാരണക്കാരിയായ ആ പെൺകുട്ടിയെ അങ്ങ് തീർത്ത് കളയാമെന്ന് ഫിലിപ്പ് തീരുമാനിച്ചുറച്ച് അവിടെ എത്തിയതാണ്. എന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും നടക്കും, ആ ഒരു ധാരണ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് അവിടെ തറയുന്ന എണീറ്റ് കഴിഞ്ഞ ഫിലിപ്പ് പിന്നെയും മുന്നോട്ട് നടക്കുകയാണ്. ആ സമയത്ത് ഗാവലിനും ലീനയും അതുപോലെ ലീനയുടെ പിതാവ് ലീ ഹീമാനും ഏതാണ്ട് ഒരുമിച്ച് പ്രധാന വെന്യൂലേക്ക് വരികയാണ്. ഗാവലിന്റെ തൊട്ടുപുറകെ അയാളുടെ ആളുകളൊക്കെ ഉണ്ട്. ആ ടീം മുന്നോട്ട് വരുമ്പോൾ അവരെ തടുത്തുകൊണ്ടാണ് സാക്ഷാൽ ഫിലിപ്പ് നിൽക്കുന്നത്. ഫിലിപ്പ് ആ കത്തി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ അവിടെ ഉണ്ടാവുകയാണ്. ലീ ഹീമാൻ പതുക്കെ പുറകോട്ട് വലിച്ചു. ഇപ്പോ ഗാവലിനാണ് മുന്നിൽ നിൽക്കുന്നത്. ഗാവലിൻ ഫിലിപ്പിനെ നോക്കി ഒന്ന് ചിരിച്ചു. മിസ്റ്റർ ഫിലിപ്പ്, നിങ്ങളുടെ ഫീലിംഗ് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ വിവാഹ നിശ്ചയ ദിവസം നിങ്ങൾ ഈ കാണിച്ച ഷോ ഉണ്ടല്ലോ, അത് ശരിക്കും ശരിയായില്ല. ആ ഷോ കാണിച്ച് നിങ്ങളെ ഇനി ഇവിടുന്ന് ജീവനോടെ വിടാനും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ഗാവലിൻ അയാളുടെ കൈ ഒന്നെടുത്തു. അയാളൊരു അതിശക്തനായ യോദ്ധാവാണ്. സെയിന്റ് ലെവലിൽ നിന്ന് സെയിന്റ് കിങ്ങിലേക്ക് അയാൾ കടന്നു എന്നൊരു സംശയം ആളുകൾക്കുണ്ട്. എന്തായാലും സെയിന്റ് ലെവലിലാണ്. സെയിന്റ് ലെവലിലെ ആ യോദ്ധാവ് കൈ ഒന്ന് എടുക്കുമ്പോൾ അയാളുടെ കൈയിലേക്ക് ഇങ്ങനെ ഊർജം ഇരച്ചു കയറുന്നത് ആളുകൾക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം. അയാളുടെ ഓറ ഇങ്ങനെ ശക്തമായി വരികയാണ്. ശരിക്കും അയാളുടെ ഓറ തുടർന്ന് ആ ചുറ്റും ഒരു പ്രശ്നം സൃഷ്ടിച്ചതും ഹീമാൻ ലീനയെ ഒരുപാട് പുറകോട്ട് വലിച്ചു മാറ്റി. ആ ബോഡി ഗാർഡുകൾ അവിടെ ഒരു സംരക്ഷണം ഒരുക്കുകയാണ്. പക്ഷേ എങ്ങോട്ടും പോവാൻ നിർവാഹമില്ലാതെ ആ വലയത്തിന്റെ ഉള്ളിലേക്ക് ഫിലിപ്പ് പെട്ടതുപോലെയായി. പെട്ടെന്നാണ് ഗാവലിൻ മുന്നോട്ട് കുതിക്കുന്നത്. മുന്നോട്ട് അയാൾ കുതിക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു കഠാര പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ആ കഠാരയുമായി അയാൾ മുന്നോട്ട് അങ്ങനെ കുതിച്ചു വരികയാണ്. ഒറ്റ കുത്തിന് ആ ഫിലിപ്പിനെ തീർക്കണം, അതാണ് അയാളുടെ ആഗ്രഹം. ആ കഠാരയുമായി മുന്നോട്ട് കുതിച്ച് അയാൾ ചാടി ഉയർന്ന ഒരു ഒറ്റ കുത്ത്. ആകാശത്തേക്ക് ചാടി ഉയർന്ന ഗാവലിനെ ആളുകൾക്ക് വ്യക്തമായി കാണാം. ഗാവലിന്റെ കയ്യിലെ ആ കത്തി തനിക്ക് തടുക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഫിലിപ്പ് മനസ്സിലാക്കിയതും ഫിലിപ്പ് പോലും അറിയാതെ ഫിലിപ്പിന്റെ കണ്ണുകൾ അങ്ങ് അടഞ്ഞു. ആ കത്തി ഫിലിപ്പിന്റെ ആ കഴുത്ത് തകർത്ത് താഴേക്ക് പോകേണ്ടതാണ്. അങ്ങനെ കഴുത്ത് തകർക്കാൻ പര്യാപ്തമായ ശൈലി അത് താഴ്ന്നു വന്നതും ആ കത്തിയിൽ പെട്ടെന്നാണ് ഒരാൾ പിടിച്ചത്. അതിവേഗത്തിൽ താഴേക്ക് വരുന്ന കത്തിയുടെ അറ്റത്ത് ഒരാൾ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ കത്തിക്ക് താഴേക്ക് താഴാൻ പറ്റിയില്ല. മൂർച്ചയുള്ള ആ കത്തിയുടെ അറ്റത്ത് പിടിച്ചിരിക്കുന്ന ആ ആള് പെട്ടെന്ന് ബലം പ്രയോഗിച്ചതും ആ കത്തി രണ്ടായി അങ്ങ് ഒടിഞ്ഞു. രണ്ടായി ഒടിഞ്ഞ ആ കത്തിയുടെ തന്റെ കയ്യിലിരിക്കുന്ന ഭാഗം ആ മനുഷ്യൻ പെട്ടെന്നാണ് ഒന്ന് മുന്നോട്ട് ആഞ്ഞെറിഞ്ഞത്. ഏതാനും അടികളുടെ വ്യത്യാസമേ ആ കത്തി പിടിച്ചിരിക്കുന്ന ആളും ഗാവലിനും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിശക്തമായി ആ കത്തി ആ മനുഷ്യന്റെ കയ്യിൽ കയറി തറച്ചു. ശരിക്കും ഗാവലിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് തുടർന്ന് അയാൾ കണ്ടത്. അയാളുടെ വലത് കൈ അയാളുടെ ഷോൾഡർ വെച്ച് മുറിഞ്ഞ് താഴെ വീണ് കിടക്കുകയാണ്. അയാളുടെ കൈ മുറിച്ചത് അയാളുടെ തന്നെ കഠാരിയുടെ പകുതി ഭാഗം കൊണ്ടാണ്. ഒരു ശബ്ദത്തോടെ കൈ താഴേക്കങ്ങ് വീഴുകയാണ്. ഏതാനും സെക്കൻഡ് കഴിഞ്ഞിട്ടും തന്റെ പുറത്ത് ഒന്നും സംഭവിച്ചില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഫിലിപ്പ് കണ്ണു തുറക്കുമ്പോൾ ഫിലിപ്പിന്റെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുകയാണ്. അയാളുടെ പുറകുവശമാണ് ഇപ്പോൾ ഫിലിപ്പിനെ കാണാൻ പറ്റുക. അതേസമയത്ത് ആ ചെറുപ്പക്കാരന്റെ മുൻഭാഗത്ത് തറയിൽ വീണ് കിടക്കുന്ന കൈയും ചോര ഒലിപ്പിച്ചിരിക്കുന്ന ഗാവലിനും ഫിലിപ്പ് കൃത്യമായി കണ്ടു. ഇതിപ്പോ എന്താ ഇവിടെ സംഭവിച്ചത്? ആ ഒരു ചോദ്യം ഫിലിപ്പ് സ്വയം ചോദിക്കുമ്പോൾ ചുറ്റും പൂർണ്ണ നിശബ്ദതയാണ്. ഗാവലിന്റെ തൊട്ടുപുറകിലുണ്ടെന്ന ലീനയും അതുപോലെ ഹീമാനും ഒക്കെ ഞെട്ടി തരിച്ചു നിൽക്കുകയാണ്. ശരിക്കും ആ എൻ്റെ സദസ്സും സ്തംഭിച്ചു പോയെന്ന് പറയാം. വിവാഹ നിശ്ചയ ദിവസത്തിൽ വിവാഹ നിശ്ചയം നടക്കുന്ന ആ മണ്ഡപത്തിൽ വരന്റെ കൈ ഒരാൾ അരിഞ്ഞ് താഴെ ഇട്ടിരിക്കുകയാണ്. സകലരും നിശബ്ദമായി ആ രംഗത്തിലേക്ക് നോക്കുമ്പോൾ ഫിലിപ്പിന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു അമ്പരപ്പ് വരികയാണ്. അയാൾക്ക് തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരന്റെ ആ ബാക്ക് കണ്ടപ്പോൾ ഒരു പരിചയഭാവം. അയാൾ പെട്ടെന്ന് മുന്നോട്ട് കുതിച്ച് ആ ചെറുപ്പക്കാരന്റെ അടുത്തെത്തി. ആ ചെറുപ്പക്കാരനെ നോക്കുമ്പോൾ അയാൾ ആകെ ഞെട്ടിപ്പോവുകയാണ്. ഇതെനിക്ക് പരിചയമുള്ളതാണല്ലോ. അയാൾ അങ്ങനെ വിചാരിക്കുമ്പോൾ അയാൾ ആ ശബ്ദം കേട്ടു. അങ്കിൾ, എന്തു പറ്റി? ആ ശബ്ദം അയാളെ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് ഉണർത്തിയെന്ന് പറയാം. അയാൾ പെട്ടെന്ന് നീലെന്ന് വിളിക്കാൻ പോയതും നീല് അയാളോട് പറഞ്ഞു,
എങ്കിൽ ഇത് നമ്മൾക്കിടയിലുള്ള രഹസ്യമാണ്, പ്ലീസ് കീപ് ഇറ്റ്. അങ്ങനെ പറഞ്ഞിട്ട് നീല് ഫിലിപ്പിനെ തന്റെ പുറകിലോട്ട് മാറ്റി. ഈ സമയമായപ്പോ ശരിക്കും ഈ ഞെട്ടലൊക്കെ മാറി ലീന അതിവേഗം അവളുടെ സ്വബോധത്തിലേക്ക് വന്നു കഴിഞ്ഞു. അതേസമയത്ത് ലീ ഹിമാനും ഗാവോ കുടുംബത്തിലെ ആളുകളൊക്കെ ഏതാണ്ട് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ വിവാഹ മണ്ഡപത്തിൽ വരൻ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഗാവലിന് ഉറക്കെ പറഞ്ഞത്, ഹേയ്, എന്റെ കൈ അറുത്ത് മാറ്റിയിട്ട് നീ ഇവിടുന്ന് ജീവനോടെ പോകുമെന്ന് കരുതിയോ? അങ്ങനെ അയാൾ പറഞ്ഞിട്ട് അയാൾ ഗാവോ കുടുംബത്തിലെ യോദ്ധാക്കളോട് പറഞ്ഞു, എന്തിനാ ഇനി മറന്നു നിൽക്കുന്നത്? അറ്റാക്ക്! കേൾക്കേണ്ട താമസം ഗാവോ കുടുംബത്തിലെ ഒത്തിരിയേറെ ആളുകൾ ആ ബിൽഡിങ്ങിന്റെ പല ഭാഗത്തുനിന്നായി പെട്ടെന്ന് ആ സദസ്സിനിടയിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും അവര് മറഞ്ഞു നിൽക്കുകയായിരുന്ന എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ വാളുകളുണ്ട്. ശക്തമായ സ്പിരിച്വൽ സോഡുകളുമായി അവര് നീലിനെ ഫിലിപ്പിനെ അങ്ങ് വളഞ്ഞു. നീലും ഫിലിപ്പും സെൻട്രൽ നിൽക്കുകയാണ്. അവരെ വളഞ്ഞുകൊണ്ട് ഒരു ഡസനോളം ഗാവോ കുടുംബത്തിലെ യോദ്ധാക്കളുണ്ട്. ആ ഫൈറ്റിൽ തങ്ങൾ ഇടപെടേണ്ട എന്നുള്ള ഒരു ധാരണ ഇപ്പോ ലീ കുടുംബത്തിലെ ഹീമാനുണ്ട്. ഹീമാൻ അയാളുടെ അടുത്തേക്ക് ഓടിയെത്തിയ ആ യോദ്ധാക്കളെ തടുത്ത് നിർത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടതിന് ശേഷം അറ്റാക്ക് ചെയ്താൽ മതിയെന്നാണ് ഹിമാന്റെ തീരുമാനം. ആ ഒരു ഡസൻ ആളുകൾ നീലിനെ വളഞ്ഞതും ഗാവലിൻ അവരോട് പറഞ്ഞു, അവന്റെ കൈയും കാലും കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കണം. നാളെ ഇവൻ ഒരു പാഠമാകണം മറ്റെല്ലാവർക്കും. അങ്ങനെ ഗാവലിൻ പറഞ്ഞതും ഹീമാന് പെട്ടെന്ന് സംഭവം മനസ്സിലായി. ഹീമാൻ അയാളുടെ കൂടെയുള്ള ആ ലീ കുടുംബത്തിലെ യോദ്ധാക്കളോട് പറഞ്ഞു, നിങ്ങളും കൂടെ ചേരും. അകത്തുള്ള ചെറുപ്പക്കാരനെ കൊല്ലാൻ ഗാവോ കുടുംബം മാത്രമേ ശ്രമിച്ചുള്ളൂ എന്നുള്ള കഥ വന്നാൽ നാളെ അത് ലീ കുടുംബത്തിന് ഒരു അടിയാകും. അതറിയാവുന്നതുകൊണ്ടാണ് ലീ ഹിമാൻ ആ സമയത്ത് തന്നെ ഗാവോ കുടുംബത്തിലെ എക്സ്പെർട്ടുകൾക്ക് ഒപ്പം ചേർക്കാൻ തീരുമാനിച്ചത്. അവർക്കും കഥ മനസ്സിലായി. അവരും ഓടി ആ ഗാവോ കുടുംബത്തിലെ ആളുകൾക്ക് ചുറ്റുമായി കൂടി. ഇപ്പോ 24 ആളുകളാണ് നീലിനെ വളഞ്ഞിരിക്കുന്നത്. 2 വരികളായിട്ട് അവർ നിൽക്കുന്നത്. ആദ്യത്തെ വൃത്തത്തിൽ 12 പേര്, രണ്ടാം വൃത്തത്തിൽ 12 പേര്. അങ്ങനെ ആ 24 പേരും നിൽക്കുമ്പോൾ പെട്ടെന്ന് അവരൊന്ന് ചലിച്ചു. ഇപ്പൊ ആ 24 പേരും ഒറ്റ ഗ്രൂപ്പായി. ഒരാൾ മുന്നിൽ, ഒരാൾ പിന്നിൽ, ഒരാൾ മുന്നിൽ, ഒരാൾ പിന്നിൽ. അങ്ങനെ ഒരു സിക്സാക് മോഡലിൽ ആ 24 പേരും നീലിനെ അങ്ങ് വളഞ്ഞു. നീലിനൊപ്പം സാക്ഷാൽ ഫിലിപ്പും ഉണ്ട്. ഫിലിപ്പ് നീലിനോട് പറഞ്ഞു, ഏയ് യങ്മാൻ, ഓടിക്കോ, ഞാൻ എങ്ങനെയും ഇവന്മാര് തടുത്തു നിർത്താം. നീൽ ഗ്രീക്ക് എന്തറിയാം എന്നതിനെ കുറിച്ച് ആ മനുഷ്യന് വ്യക്തമായ ധാരണയുണ്ട്. ഏകദേശം 1 കൊല്ലം മുമ്പ് പോലെ ആ കുല്ലൻ മരനിരയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് നീൽഗ്രി. നീലിനെ എല്ലായ്പ്പോഴും രക്ഷിക്കുക സാന്റോയാണ് നീലിന്റെ ഗോഡ് ഫാദർ. അല്ലെങ്കിൽ നീലിനെ രക്ഷിക്കുക ആ ജി കുടുംബത്തിലെ ജി ലിന്നും ജി സീക്കുനിയുമാണ്. അതും ഈ ഫിലിപ്പിന് അറിയാവുന്ന കാര്യമാണ്. നീലിന് ഇപ്പോ അവരാരും രക്ഷിക്കാനില്ല. തൽക്കാലം അവിടുന്ന് തടി കേടാവാതെ രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. അയാൾ എന്തായാലും മരിക്കാൻ ഇറങ്ങി തിരിച്ചതാണ്. അതുകൊണ്ട് തന്നെ മരണഭയമില്ലാത്ത ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ അവസാന ശ്വാസം വരെ എടുത്ത് ആ എതിരാളികൾക്കെതിരെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. അതിനിടയിൽ നീല് ഓടി രക്ഷപ്പെടണം. തന്റെ മനസ്സിലെ ആശയം അയാള് നീലിനോട് പറഞ്ഞതും നീല് അയാളോട് പറഞ്ഞു, അങ്കിൾ അതൊന്നും വേണ്ട, അങ്കിള് ജസ്റ്റ് ഇവിടെ നിന്നാ മതി. നീലിന്റെ ആ പറച്ചിലെ കോൺഫിഡൻസ് എന്തായാലും ഒരു ആശ്വാസം ഫിലിപ്പിനുണ്ടാക്കി. അപ്പോഴും അയാളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുകയാണ്. നീല് അത്ര ശക്തനായ യോദ്ധാവ് അല്ല എന്നുള്ള കാര്യം അയാൾക്ക് അറിയാം. നീല് എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഇനി നീലിന്റെ കയ്യിൽ എന്തെങ്കിലും മാന്ത്രിക സംഭവങ്ങൾ വല്ല ഉണ്ടോ? അല്ലെങ്കിൽ വല്ല റെക്കമെൻഡേഷൻ ലെറ്ററോ മറ്റോ അങ്ങനെ വല്ല സംഭവം ഉണ്ടെങ്കിൽ ചിലപ്പോ ഇവിടുന്ന് തടി രക്ഷിക്കാൻ പറ്റിയേക്കും. ആ പ്രതീക്ഷയോടെ ഫിലിപ്പ് നീലിനെ നോക്കുമ്പോൾ നീല് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. നീല ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതും ആ എന്റെ ടീമും വിജിലന്റ് ആയി. ആ ടീമിനോടായി ഗാവലിൻ പറഞ്ഞു, അറ്റാക്ക്! കേൾക്കേണ്ട താമസം ആ 24 പേരും മുന്നോട്ട് കുതിക്കുകയാണ്. ശരിക്കും ഒരു വലിയ വൃത്തത്തിലാണ് ആ 24 പേരും നീലിനെ വളഞ്ഞിരിക്കുന്നത്. അവര് മുന്നോട്ട് കുതിച്ചതും നീല് ഉറക്കെ പറഞ്ഞു, മെറിയുടെ ഒഫീഷ്യൽ സോഡ് സബ്മിറ്റ്. മെറിയുടെ ഒഫീഷ്യൽ സോഡ് സബ്മിറ്റ് എന്ന് നീല് പറയുമ്പോൾ നീല് എന്തോ ഒരു നാടക ഡയലോഗ് പറയുന്ന ഒരു പ്രതീതിയാണ് അത് കേൾക്കുന്നവർക്ക് അനുഭവപ്പെടുക. എന്നാൽ അവർ പ്രതീക്ഷിക്കാത്ത ഒരു നാടകം അവര് അടുത്ത നിമിഷം കാണുകയും ചെയ്തു. ആ 24 പേരുടെയും കയ്യിലിരുന്ന വാള് അവരുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ആരോ വലിച്ചെടുത്തതുപോലെ അവരുടെ കയ്യിൽ നിന്ന് ഊരിപ്പോവുകയാണ്. ആ 24 വാളുകളും നീലിന് നേരെ പാഞ്ഞു വരികയാണ്. അതിവേഗതയിൽ എല്ലാ മേഖലയിൽ നിന്നും നീലിന് നേരെ ആ വാളുകൾ പാഞ്ഞു വരുമ്പോൾ സ്പിരിച്വൽ സോഡുകൾക്ക് ശരിക്കും ജീവൻ വെച്ച് അവ നീലിനെ ആക്രമിക്കാൻ പോവുകയാണെന്ന യാഥാർത്ഥ്യം ആളുകൾ തിരിച്ചറിയുകയാണ്. ഇത്തരത്തിലൊരു കാഴ്ച അതിനു മുമ്പ് അവരതിനെ കണ്ടിട്ടില്ല. പക്ഷേ
അവരെ ഒന്നുകൂടി ഞെട്ടിച്ചുകൊണ്ട് നീലിനടുത്തേക്ക് പാഞ്ഞു വന്ന ആ വാളുകൾ പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു. അവ പെട്ടെന്നങ്ങ് തിരിഞ്ഞതും എല്ലാ വാളുകളുടെയും പിടി നീലിന്റെ കൈക്ക് നേരെയായി. നീലിന്റെ വാളുകളായി അവ നീലിന് നേരെ തിരിഞ്ഞതും നീൽ കൈ ഒന്ന് മുന്നോട്ടാക്കിയതേ ഉള്ളൂ. ആ വേഗതയിൽ ആ വാളുകൾ തിരിച്ചൊരൊറ്റ പാച്ചിൽ. ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാകും മുമ്പ് ആ 24 പേരും ഡെഡ് ബോഡികളായി മാറി. അവരെ ഡെഡ് ബോഡികളാക്കി മാറ്റിയത് അവരുടെ തന്നെ ആ സ്പിരിച്വൽ സോഡുകളാണ്. ആ 24 വാളുകൾ സ്പിരിച്വൽ സോഡ് ആയതുകൊണ്ട് മാത്രമാണ് നീലിന്റെ ആ സ്പിരിച്വൽ സെൻസിന് ആ സോഡുകളെ നിയന്ത്രിക്കാൻ പറ്റിയത്. നീലിനെ അത് പഠിപ്പിച്ചത് ശരിക്കും ആ ഇമ്മോർട്ടൽ ലോഡാണ്. 1000 സോഡുകളെ വരെ ഒരു സമയം ഇതുപോലെ നിയന്ത്രിക്കാൻ ആ വിധിയിലൂടെ പറ്റും. നീല് ഞെട്ടുന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ്. ഹക്സിയിൽ ആ എയർപോർട്ടിൽ നീൽ ആ വിദ്യ ഉപയോഗിച്ചതിന് ശേഷം ഇപ്പൊ ഇതാ ഇവിടെ നീൽ ഇത് ഉപയോഗിക്കുമ്പോൾ ശക്തിയിൽ വൻ വർധനവ് വന്നിരിക്കുകയാണ്. കുള്ളനിലുള്ള സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യമാണ് നീലിന് അത് എളുപ്പമാക്കിയത്. നീല് അത് ആലോചിച്ച് ഒന്ന് പുഞ്ചിരിച്ചു. താൻ കുള്ളനിൽ കുറെ കൂടി ശക്തനാണ്. അത് നീലിനുണ്ടാക്കിയ സന്തോഷം ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ നിമിഷത്തിലാണ് ബാക്കിയുള്ള ആളുകൾക്ക് ശരിക്കും സുബോധം വരുന്നത്. 2 ഡസൻ ആളുകൾ ആ മുഖംമൂടിധാരിയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അയാളുടെ ഒരു കയ്യാക്ഷി കൊണ്ട് മാത്രം അയാൾ ആ 24 പേരെയും കൊന്നിരിക്കുകയാണ്. കൊന്നതോ ആ 24 പേരുടെയും സ്വന്തം വാൾ ഉപയോഗിച്ച്. ആ വാളിൽ ഒരിക്കൽ പോലും ആ മനുഷ്യൻ തൊട്ടിട്ടുമില്ല. കാണുന്നത് എന്താ, മാജിക്കാണ്. ആ ഒരു ചോദ്യം ആളുകളുടെ ഉള്ളിലുണ്ട്. പക്ഷേ കാൽ വിരൽ മുതൽ തലമുടി വരെ അവര് വിയർക്കുകയും അതുപോലെ വിറയ്ക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു കുഞ്ഞും അനങ്ങുന്നില്ല എന്ന് മാത്രം. ലീ ഹിമാനും ലീനയും അതുപോലെ ആ ഗാവലിനും സ്തംഭിച്ച് അങ്ങനെ നിൽക്കുകയാണ്. കൊല്ലപ്പെട്ടിരിക്കുന്ന ആളുകളിൽ ഒരുപാട് സെയിന്റ് ലെവൽ യോദ്ധാക്കളുണ്ട്. സെയിന്റ് ലെവൽ ആളുകളെ കൊല്ലണമെങ്കിൽ ആ ആൾ മിനിമം സെയിന്റ് കിങ്ങിലും ആകണം. അവിടെ നിൽക്കുന്ന ആ മുഖമുടിധാരി ഇനി സെയിന്റ് കിങ് ആണോ? സെയിന്റ് കിങ് ആണ് അയാളെങ്കിൽ കഥ ആകെ മാറും. വിചാരിക്കും പോലെ അയാൾ അങ്ങോട്ട് കൊല്ലാൻ പറ്റില്ല. അത് ഗാവലിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അയാളുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനുണ്ട്. ആ സമയത്താണ് നീലിന്റെ ശ്രദ്ധ ലീനിലേക്ക് തിരിയുന്നത്. നീല് ലീനോട് ചോദിച്ചു, നിനക്ക് സാൻഡ്രോയുടെ മരണവുമായി എന്താണ് ബന്ധം? സാൻഡ്രോ എന്ന പദം കേട്ടപ്പോൾ ശരിക്കും ലീന ഞെട്ടുക തന്നെ ചെയ്തു. ലീന മാത്രമല്ല അവരുടെ പിതാവ് ഗാവലിനും ആ അമ്പരപ്പുണ്ട്. ഈ വന്ന ആൾക്ക് അവരുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല എന്ന് അവർ ധരിച്ചപ്പോഴാണ് സാൻഡ്രോ എന്ന പദം കേൾക്കുന്നത്. ഞെട്ടിപ്പോയ ലീന നീലിനോട് പറഞ്ഞു, ഏയ് എനിക്കറിയില്ല, എനിക്ക് ആളുമായി ഒരു ബന്ധവുമില്ല. അതിന് മറുപടി പറഞ്ഞത് ഫിലിപ്പാണ്. ലീന, നുണ പറയരുത്. നീയും എന്റെ മകന് തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നല്ലേ, എന്നിട്ട് നിനക്ക് അറിയില്ലെന്നും. അത് കേട്ടതും ലീന പറഞ്ഞു, ഓ, ആ സാൻഡ്രിയാണോ നിങ്ങൾ ഈ പറയുന്നത്? അവൻ വെറും ചവറല്ലേ. അവൻ എന്നെപ്പോലെ ഒരാളെ എങ്ങനെയാ ലഭിക്കുക? അവൻ അതിനുള്ള അർഹത വേണ്ടേ? വെറും ചവറായ അവനെ ഞാനുമായി കമ്പയർ ചെയ്യുന്നു. അങ്ങനെ ലീന പറഞ്ഞതും നീല് അവളുടെ മുന്നിലെത്തിയതും അവളുടെ കവളിൽ ആഞ്ഞടിച്ചതും എല്ലാം കണ്ണടച്ച് തുറക്കുമ്പോൾ കഴിഞ്ഞു. തികച്ചും അപ്രതീക്ഷിതമായ ആ ചെറുപ്പക്കാരൻ തന്റെ കവളിൽ ആഞ്ഞടിക്കുമെന്ന് അടിയേറ്റ് തെറിച്ച് ദൂരേക്ക് വീണ ആ ലീനെ കരുതിയില്ല എന്നതാണ് വാസ്തവം. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോ കുറച്ച് സമയമേ ഉള്ളൂ. കാരണം ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ട് ദിവസം ഒരുപാട് തിരക്കായി പോയതുകൊണ്ടാണ്. കഥയുടെ അടുത്ത ഭാഗമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ ദ യങ് മാസ്റ്ററിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് സ്റ്റോറി ടെല്ലർ ചാനലിൽ നിന്നും BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.